ഉഗ്രൻ പരിപാടിയാണ്. ഈ സിനിമ നടക്കണം. സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന ടൈറ്റിൽ എനിക്ക് ഭയങ്കര ഹൈയാണ്. ബേസിൽ ഓൾറെഡി ഈ കഥ അറിയായിരുന്നു വെന്നൽമുഴിയുടെ സമയത്തെ. നസ്രിയ ആയ സ്ഥിതിക്ക് ബേസിൽ പോലെ നമുക്ക് കംപ്ലീറ്റ് ഒരു ഫീമെയിൽ എക്സ്പ്ലറേഷൻ സിനിമയിൽ വേണം. റിയർ വിൻഡോയുടെ ഡ്രാമയല്ല വേണ്ടതെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഞാൻ സൂക്ഷ്മദർശിനി ചെയ്തത് കൊണ്ട് അടുത്ത സിനിമ ഗംഭീരമാവില്ല. ഞാൻ അതുപോലെ വർക്ക് ചെയ്താൽ മാത്രമേ ഗംഭീരമാവുള്ളൂ. ഒന്നുകൂടി നിങ്ങൾ സൂക്ഷ്മദർശിനിയായിട്ട് അതിനെ കണ്ടാൽ ആ ആൻസർ അതിലുണ്ട് എന്നുള്ളത് മാത്രമേ ഇപ്പൊ പറയാൻ കഴിയുള്ളൂ. ഇപ്പൊ പറഞ്ഞാൽ അത് സ്പോയിലറാവും. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഒരു പടം പോലും ഇത്രയും ഫാസ്റ്റായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. കാരണം നോൺസെൻസ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ കഥ ആലോചിക്കില്ല. നോൺസെൻസ് ഉള്ളത് കൊണ്ടാണ് സൂക്ഷ്മദർശിനി ആലോചിച്ചത്. പ്രൊഡ്യൂസേഴ്സിനെ കാണുമ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് മുഖത്ത് നോക്കി പറഞ്ഞത് നിങ്ങൾക്ക് ഇനി മലയാളത്തിൽ സിനിമ ചെയ്യാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കളൊന്നുമില്ല, എങ്കിൽ പോലും വളരെ വിരലെണ്ണാവുന്ന കുറച്ച് സുഹൃത്തുക്കൾ എൻ്റെ കൂടെ ശക്തമായിട്ടുണ്ടായിരുന്നു. അവരെന്നെ ജഡ്ജ് ചെയ്തിട്ടില്ല. ഞാൻ കുറേ ഇവിടുത്തെ ആർട്ടിസ്റ്റുകളൊക്കെ പോയി കാണുന്നുണ്ട്. പ്രെജുഡൈസ്ഡ് ആയിട്ടാണ് പലരും ഡീൽ ചെയ്തത്, പ്രൊഡക്ഷൻ അതാണെങ്കിലും. പക്ഷേ എല്ലാവർക്കും കഥ ഇഷ്ടപ്പെടുന്നു. എൻ്റെ കൂടെ നിന്നവർ അവർ ഹാപ്പി ആവുന്നൊരു മൊമെൻറ്റ്, എന്നെ ഓർത്ത് അവർ ഹാപ്പി ആവുന്നൊരു മൊമെൻറ്റ്, അതെനിക്ക് വലിയ ഹാപ്പിനെസ്സാണ്. തിയേറ്ററിൽ നിറഞ്ഞോടുന്ന സൂക്ഷ്മദർശിനി എന്ന സിനിമയുടെ സംവിധായകനായ MC ആണ് ഇന്ന് മാസ്റ്റേഴ്സ് ക്രാഫ്റ്റിൻ്റെ പുതിയ എപ്പിസോഡ് നമുക്ക് ചെയ്യുന്നത്. നമസ്കാരം. ആദ്യം തന്നെ സിനിമയിലെ പ്രിയദർശിനി എന്ന ക്യാരക്ടറിൽ തന്നെ ഞാൻ തുടങ്ങാം. അതിൽ ഒളിഞ്ഞു നോട്ടം എന്നുള്ളതല്ലാതെ ഒരുപാട് ഒബ്സർവേഷൻ സ്കില്ലുള്ളൊരു ക്യാരക്ടറാണ് നസ്രിയ ചെയ്യുന്ന പ്രിയദർശിനി എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ആ ക്യാരക്ടറിൽ ലൈക്ക് അങ്ങനെ ബിൽഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അങ്ങനെ ഒരു ക്യാരക്ടർ വേണമെന്നൊരു തോന്നലുണ്ടായത്? ആക്ച്വലി രണ്ട് തോട്ടുകളുടെ കോമ്പിനേഷനാണ് ഈ ഐഡിയ വരുന്നത്. ഒരു തോട്ടെന്ന് പറയുന്നത് ഒരു പ്രോജക്റ്റ് ഡിസൈനർ ആക്കില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഒത്തിരി. അവർ സെറ്റിംഗ് ആയിരുന്നു ഫസ്റ്റ് മനസ്സിലായിരുന്നത്. ഒരു പ്രോജക്റ്റ് ഡിസൈനിങ് ആംഗിളിലാണ് അത്. കുറേ കൂടി ഇൻറ്റീരിയേഴ്സ് കൂടുതൽ വേണം ഉള്ളത്. എൻ്റെ ആദ്യത്തെ സിനിമയുടെ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ അതിനെ അങ്ങനെ ട്രീറ്റ് ചെയ്യാൻ മനസ്സിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്താണ് ഇങ്ങനെ ചെയ്യാം, അടുത്തൊരു സിനിമ കുറച്ചുകൂടി പ്രോജക്റ്റ് വയബിലിറ്റി അതിനാണ് എന്നുള്ള ആംഗിളിൽ. അപ്പം ആ ഒരു ചിന്ത പോകുന്ന, സത്യം പറഞ്ഞാൽ നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ സത്യനന്ദിക്കാട് സിനിമകൾ എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ ഒരു എക്കണോമിയും അങ്ങനെയാണ്. അപ്പം ആ എക്കണോമി ആ ഒരു ഇതിൽ നമ്മൾ തലയാണമന്ത്രം, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് അങ്ങനത്തെ ഒരു സെറ്റിങ്ങിൽ ഒരു ഹിച്ച്കോക്ക് മിസ്റ്ററി പറഞ്ഞാൽ വർക്കാവും എന്നുള്ളൊരു തോന്നൽ എൻ്റെ പ്രോജക്റ്റ് പ്ലാനിങ് ആണത്. അങ്ങനെയായിരുന്നു അത് ഒരു തോട്ട് വരുന്നത്. രണ്ടാമത്തെ ഒരു തോട്ട് ഒരു ഫീമെയിൽ ഡിറ്റക്റ്റീവ് വേണം, ഒരു സിനിമ ചെയ്യണമെന്ന് എനിക്ക് കാണാൻ ആഗ്രഹമായിരുന്നു, അങ്ങനെ ഒരു ഫീമെയിൽ ഡിറ്റക്റ്റീവിനെ. പക്ഷേ അങ്ങനെ ഒരു സിനിമ എൻ്റെ ഓർമ്മയിലില്ല. അപ്പോൾ എങ്ങനെ ഇത് രണ്ടും കമ്പൈൻ ചെയ്യാൻ പറ്റും? ഈ കോമ്പിനേഷനിൽ ഇത് കോമ്പൈൻ ചെയ്യാൻ പറ്റിയ ഒരു മൊമെൻ്റ് എനിക്ക് വീട്ടിൽ നിന്നാണ് കിട്ടുന്നത്, എൻ്റെ അമ്മയുടെ ക്യാരക്ടർ. അപ്പോൾ ഇതിൻ്റെ ഒരു തുടക്കം വോയറിസത്തിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അമ്മ ആക്ച്വലി തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് ഇങ്ങനെ കർട്ടൻ മാറ്റി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കൈൻഡ് ഓഫ് ഒരു റെഡ് കളർ ഒരു സ്കോർപ്പിയോ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോന്നു വരുന്നു. അത് കുറേ നേരം അവിടെ നിർത്തിയിടുന്നു. അപ്പോൾ പുള്ളിക്കാരി ഭയങ്കര ക്യൂരിയോസിറ്റി, ഇതെന്താണ് ഒരു പരിപാടി. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് അമ്മ, അതവരെന്തെങ്കിലും ചെയ്തോട്ടെ എന്നൊക്കെയുള്ളൊരു ആംഗിൾ വന്നു. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് എന്തുകൊണ്ട് അമ്മയുടെ ക്യാരക്ടറിൻ്റെ ഈ ഒരു ക്യൂരിയോസിറ്റി ഈ ക്യാരക്ടറിന് കൊടുത്തുവിടാം. പ്രൊഫഷൻ ബേസ് ചിന്തിക്കാതെ, ഒരു പ്രൊഫഷണൽ ഡിറ്റക്റ്റീവ് അല്ലാതെ അതിന് കുറച്ച് സൈക്കോളജി ഉണ്ട് എന്നുള്ളൊരു ആംഗിളിൽ അങ്ങനെ കണ്ടത്. അപ്പോൾ അത് ആക്ച്വലി പിന്നെ ഞാൻ ആലോചിക്കുമ്പോൾ അത് അത്ര പൊളിറ്റിക്കലല്ല. ഒളിഞ്ഞു നോട്ടം, പീപ്പിങ് എന്നൊക്കെ പറയുന്ന പോലെ അത് വേറൊരു ആംഗിളിലോട്ട് പോകും. അപ്പോൾ എനിക്ക് അത്ര ഹൈ കിട്ടിയില്ല. ഒരു ഇത് കിട്ടി, പക്ഷേ അത്ര അങ്ങോട്ട് ഇത് ഓക്കെ അല്ല എന്നൊരു തോന്നൽ എനിക്ക് തന്നെ ഉണ്ടായി. പിന്നീട് അതിൽ നിന്നൊരു മാറിയിട്ടാണ് എനിക്കൊരു വീട്ടിലൊരു പാലിൻ്റെ ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നതും. അമ്മ എന്നോട് പാല് തിളപ്പിക്കാൻ പറഞ്ഞിട്ട് അമ്മ ഒരു മെഡിക്കൽ ചെക്കപ്പ് പരിപാടിക്ക് പോയതാണ്. അപ്പുറത്തെ വീട്ടിൽ നിന്ന് പാല് കൊണ്ടുവരും. അപ്പം പാല് ഞാൻ അപ്പോൾ ഇതൊക്കെ തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഞാനപ്പോൾ ഹിച്ച്കോക്ക് സിനിമകൾ റീവിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈം. അപ്പോൾ 4 മണിക്കാണ് അപ്പുറത്തെ വീട്ടിൽ നിന്ന് പാല് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് ഞാൻ ഇൻഡക്ഷൻ കുക്കറിൽ തിളപ്പിക്കാൻ വെച്ചിട്ട് ഞാൻ ആക്ച്വലി ഇതിൻ്റെ പുറകെയുള്ള സെർച്ചിലേക്ക് പോയി. ഇത് ഓവർഫ്ലോ ചെയ്ത് പോയി. അപ്പോൾ ഞാൻ ആക്ച്വലി ഒരു ക്രൈം ചെയ്യുന്ന പോലെ ഞാനത് വളരെ സൂക്ഷ്മമായിട്ട് പെർഫെക്റ്റായിട്ടൊരു ക്രൈം ചെയ്തത് മനസ്സിലാക്കാത്ത രീതിയിൽ അതിനെ മറയ്ക്കാൻ നോക്കി. അപ്പം ഈ പറഞ്ഞ പോലെ അത് അതിൻ്റെ അളവ് കറക്റ്റാക്കി, ഇത് എവിടെയെങ്കിലുമൊക്കെ ലിക്വിഡ് ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്തു, സ്മെല്ലിനെ ഓവർകം ചെയ്തു, അങ്ങനെ എല്ലാം ചെയ്ത് പെർഫെക്റ്റ് എന്നുള്ള ഫീലിൽ ഞാൻ ഇരിക്കണം. അന്ന് അമ്മ വന്നു. നെക്സ്റ്റ് ഡേ വൈകുന്നേരം ഇതേപോലെ വൈകുന്നേരം 4 മണിക്ക് ചേച്ചി പാലുമായിട്ട് വന്നപ്പോൾ അമ്മ അകത്തുനിന്ന് വിളിച്ച് ചോദിക്കുകയാണ്, എടാ ഇന്നലെ പാല് മറിഞ്ഞായിരുന്നല്ലേ ചോദിച്ചപ്പോൾ
എനിക്ക് ഭയങ്കര ഹൈ കിട്ടി. രണ്ടാമത്തെ ചോദ്യത്തിൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഗൂസ് ബംസ് ആയി. ഇൻഡക്ഷൻ കുക്കറിലല്ലേ ചൂടാക്കിയെന്ന് ചോദിച്ചു. അപ്പോൾ അതെങ്ങനെ മനസ്സിലായി എന്ന് എനിക്ക് ഒരു രീതിയിലും പിടികിട്ടിയില്ല. ഞാനപ്പോൾ പുള്ളിക്കാരെ അടുത്ത് ചോദിച്ചു, എങ്ങനെ മനസ്സിലായി ഇപ്പോൾ ഇൻഡക്ഷൻ കുക്കറിലാണെന്ന് എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചു. പുള്ളിക്കാരി പറഞ്ഞേ, ഞാൻ ചൂടാക്കാൻ വെച്ച പാത്രം എടുത്തിട്ട് എന്നെ കാണിച്ചു തന്നിട്ട് പറഞ്ഞു, എൻ്റെ അടി കാണിച്ചു തന്നിട്ട് പറഞ്ഞു, ഇതിൻ്റെ അടിയിൽ പാട പിടിച്ചിരിക്കുന്നു, ഇതിൻ്റെ സെൻറ്റർ പോയിന്റിൽ പാട പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനത് ചൂടായത് കൊണ്ടാണ് അന്നേരം അത് ക്ലീൻ ചെയ്യാതെ പോയത്, അതിൻ്റെ അടി ക്ലീൻ ചെയ്യാതെ പോയത്. അപ്പോൾ അതിൻ്റെ അടി ഇപ്പം അത് ആ ലിക്വിഡ് ഫോമൊക്കെ മാറി സോളിഡ് സ്റ്റേറ്റിലേക്ക് വന്നു. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ പാട പിടിച്ചിട്ടുണ്ട്. അപ്പോൾ സെൻറ്ററിൽ പാട പിടിക്കണമെങ്കിൽ അത് ഇൻഡക്ഷൻ കുക്കറിൽ വെച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ എന്ന് പുള്ളിക്കാരിക്ക് അത് പാത്രം കണ്ടപ്പോൾ മനസ്സിലായി. അത് സ്റ്റൗവിലാണെങ്കിൽ സൈഡിലൂടെ പോകും. അപ്പം ഈ ഒബ്സർവേഷൻ എന്നുള്ളത് എനിക്ക് ഹൈ കിട്ടി. ORSത്തിനപ്പുറത്തേക്ക് അമ്മയ്ക്കുണ്ടായിരുന്ന ഒരു ഒബ്സർവേഷണൽ ക്വാളിറ്റിയാണ് എന്ന ആംഗിളിലാണ് പിന്നെ എൻ്റെ ചിന്ത വന്നത്. പിന്നെ ഞാൻ അതിൽ റിസർച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ജെൻഡർ സൈക്കോളജിയിലൊക്കെ ഒരുപാട് സൈക്കോളജിസ്റ്റുകളായിട്ട് സംസാരിച്ചു. അപ്പോഴാണ് സ്ത്രീകൾക്ക് ജെൻഡർ വൈസ് ഒബ്സർവേഷനും മെമ്മറിയൊക്കെ കൂടുതലുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും റിലേറ്റബിൾ ആയിരിക്കും ഈ ഒരു സംഭവം. എല്ലാ വീടുകളിലും എന്ന് പറഞ്ഞ പോലെ ഒരു ഡിറ്റക്റ്റീവ് ഉണ്ട് എന്നൊരു ഫീല് ഗ്രൗണ്ടഡ് ആയിരിക്കും കണ്ടുപിടിക്കുന്നത്. ശരി, ഒരു ഗ്രൗണ്ടഡ് ഫീല്. അല്ലാതെ പ്രിയലും ഉണ്ട്, പ്രിയ പറയുന്നുണ്ട് 4 വിസിലിന്റെ. അതൊക്കെ ഞാൻ ആക്ച്വലി ഈ പാലിൻ്റെ പ്രമേസാണ് ആക്ച്വലി ഇതിൻ്റെ ഡ്രാമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുലിനെ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞ ഒരു സംഭവം. ഇങ്ങനെ ആയിരിക്കണം ഇതിൻ്റെ സീക്വൻസുകൾ വർക്ക് ചെയ്യേണ്ടത്. നമുക്കൊരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ അല്ല, നമുക്കൊരു ഹൈലി റിലേറ്റബിൾ ആയിട്ട് ഓരോ വീട്ടുകാർക്കും ഫീൽ ചെയ്യുന്ന അങ്ങനത്തെ സീക്വൻസുകളാണ് വേണ്ടത് എന്നുള്ള ആംഗിളിൽ. അങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്തു പോരുന്നത്. അപ്പോൾ പലപ്പോഴും ആദ്യമൊക്കെ നമ്മൾ ആലോചിക്കുമ്പോഴൊക്കെ ഭയങ്കര പീക്ക് പോലീസ് സാധനങ്ങളൊക്കെ വരും നമ്മളെ പരിപാടിയിൽ. അപ്പോൾ ഇത് നമ്മളതിനെ കുറച്ച് ഇങ്ങനെയല്ല വരേണ്ടത്, ഇത് ഭയങ്കര ഡിക്റ്റേറ്റീവ് പരിപാടിയിലേക്ക് പോകുന്നു, ഇങ്ങനെയല്ല, കുറച്ചുകൂടി ഗ്രൗണ്ട് ചെയ്യണം, റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവൻ സത്യന്തിക്കാട് സിനിമകളുടെയും ഹിച്ച്കോക്ക് സിനിമകളുടെയും പ്രത്യേകത ഈ ഗ്രൗണ്ടഡ് ഫീൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് എനിക്ക് രണ്ടിനെ കമ്പൈൻ ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ ഈ പടത്തിലെ ഏറ്റവും വലിയൊരു എന്താ പറയുക, ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ഒരു സ്പോട്ടാണെങ്കിൽ പോലും ഒരു വലിയൊരു മിസ്റ്റർ വരുന്നുണ്ട്. ആ ഒരു ഐഡിയ അത് ഈ പറയുന്ന പ്രിയയുടെ വീക്ഷണത്തിലൂടെ ഈ ഒരു മിസ്റ്ററിയിലേക്ക് എത്തിച്ചത് എങ്ങനെയാണ്? അല്ല, ആക്ച്വലി ഇതിപ്പോൾ ഇപ്പോൾ ഹിച്ച്കോക്കിൻ്റെ സസ്പീഷൻ എന്ന് പറഞ്ഞൊരു ഫിലിം, അത് വീടിൻ്റെ അകത്ത് തന്നെയുള്ളൊരു സസ്പീഷനാണ്. ഭർത്താവിനെ സംശയിക്കുന്ന ഭാര്യയാണ് ആക്ച്വലി. എൻ്റെ ഭർത്താവിൽ എന്തോ ഒരു സസ്പീഷൻ ഉണ്ടായിട്ട് സംശയിക്കുന്നത്. അപ്പോൾ ആ സസ്പീഷന് വേണ്ട റെഫറൻസിലുള്ള സിനിമയാണ്. അപ്പോൾ അത് വീടിൻ്റെ അകത്ത് തന്നെ നിൽക്കുന്നൊരു സിനിമയാണ്. എനിക്കപ്പോൾ ഇത്രയും നെയ്ബർഹുഡ് കോൺസെപ്റ്റിലേക്ക് എനിക്ക് വരണം. സെറ്റിങ്ങിൽ ഈ കുറേ വീടുകൾ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്കെയിൽ അപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല ഒരു വീടിൻ്റെ അകത്ത് മാത്രം ഒതുങ്ങി പോകുന്നൊരു സിനിമ എന്നുള്ള രീതിയിൽ ചെറുതായി പോകും. അപ്പം കുറേ കൂടി ക്യാരക്ടേഴ്സ് വരണം എന്നൊക്കെയുണ്ട്. അപ്പോൾ എനിക്ക് റിയർ വിൻഡോ ആണ് ആ ഒരു പെർസ്പെക്റ്റീവിലുള്ള ഒരു ഇതുള്ളത്. പക്ഷേ റിയർ വിൻഡോയുടെ ഡ്രാമയല്ല വേണ്ടതെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഞാൻ ആദ്യം റിയർ വിൻഡോയുടെ പെർസ്പെക്റ്റീവിലാണ് ഒരു ഡ്രാമ സെൽഫായിട്ട് ക്രിയേറ്റ് ചെയ്ത്. അപ്പോൾ എനിക്ക് വർക്കല്ലായിരുന്നു. അതുപോലെ ഒരു മെയിൽ അങ്ങനെ ഐഡിയ ആയിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു. അപ്പോഴെപ്പോഴും അങ്ങനെ തന്നെയാണ് ചിന്തിച്ചത്. ഒരു മെയിൽ ഫീമെയിൽ കോൺഫ്ലിക്റ്റ് തന്നെയാണ് ആദ്യം ആലോചിച്ചത്. അങ്ങനെ തന്നെയായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോഴും എനിക്ക് ഡ്രാമയിലൊരു ഹൈ കിട്ടിയില്ല. അപ്പം ഞാൻ അതുലിനെ കോണ്ടാക്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. അതുലിൻ്റെ സിനിമയൊക്കെ ആയിട്ട് ബിസിയായിട്ട് ഇരിക്കാൻ. അപ്പം 2018 ഒരു അവസാനമൊക്കെയാണത്. അപ്പം അങ്ങനെ ഡ്രാമ നല്ലതായിരുന്നാലേ ഇത് വർക്കാവുള്ളൂ. ആ ഡ്രാമയിലൊരു എക്സൈറ്റിംഗ് പോയിന്റ് ഉണ്ടാവണം. ഒരു 6 ഹിച്ച്കോക്ക് സിനിമയ്ക്കുള്ള ഹോമേജാണ് ശരിക്കും സൂക്ഷ്മദർശിനി. സിനിമകൾക്കപ്പുറത്തേക്ക് പുള്ളിയുടെ ആൽഫ്രഡ് ഹിച്ച്കോക്ക് പ്രസൻസ് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു, ടെലിഫിലിം സീക്വൻസുകളുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ റെഫറൻസുകളായിട്ട് കണ്ടിട്ടുണ്ട്. നമുക്ക് കംപ്ലീറ്റ് ഒരു ഫീമെയിൽ എക്സ്പ്ലറേഷൻ സിനിമയിൽ വേണം. അതുകൊണ്ട് ഈ സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന ടൈറ്റിൽ എനിക്ക് ഭയങ്കര ഹൈ ആയിരുന്നു. ടൈറ്റിൽ അതുലാണ് ഇട്ടത്. അപ്പം അതുൽ ആ ടൈറ്റിൽ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഈ ഐഡിയ തന്നെ ഭയങ്കര എൻ്റെ ഇതായിരുന്നു, ഹൈ ആയിരുന്നു. രണ്ടാമതെൻ്റെ ഹൈ സൂക്ഷ്മദർശിനി എന്നുള്ള ടൈറ്റിലായിരുന്നു. അപ്പം പിന്നെയുള്ള ഹൈ ഹാപ്പി അവേഴ്സ് ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഹാപ്പി അവേഴ്സിനെ പോലെ കണ്ടൻറ്റിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്ന ഒരു കമ്പനിയുടെ കൂടെ തന്നെ സിനിമ ചെയ്യാൻ പറ്റിയതിൽ അവരുടെ വിഷനും കൂടി വന്നപ്പോഴാണ് ഇപ്പം നമ്മൾ ഈ കാണുന്ന സൂക്ഷ്മദർശിനിയായിട്ട് മാറുന്നത്. പറഞ്ഞ സ്ഥിതിക്ക് അത് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് ഹാപ്പി അവേഴ്സ്? ലൈക്ക് ഫസ്റ്റ് ഫിലിം നോൺസെൻസ് ആയിരുന്നു. നോൺസെൻസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആദ്യ ചിത്രം അത്ര വിജയമായില്ല എങ്കിലും ഈ രണ്ടാമത്തെ സിനിമയിലോട്ട് ഈ ഹാപ്പി അവേഴ്സ് എന്നൊരു പ്രൊഡക്ഷൻ കമ്പനിയായിട്ട്
എങ്ങനെ കൊളാബറേറ്റ് ചെയ്യാൻ പറ്റി? എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഞാൻ നോൺസെൻസ് ഹാപ്പി ഹൗസിൽ പറഞ്ഞാണ്. ആണോ? അപ്പോൾ അന്ന് ഷൈജുക്കാണ് കേട്ടത്. അപ്പോൾ അത് പ്രോജക്റ്റിൻ്റെ ബുദ്ധിമുട്ടും ഒക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വേറെ പ്രൊഡ്യൂസേഴ്സിനെ കാണുമ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് മുഖത്ത് നോക്കി പറഞ്ഞത് നിങ്ങൾക്ക് ഇനി മലയാളത്തിൽ സിനിമ ചെയ്യാൻ പറ്റില്ല എന്നാണ്. അപ്പം അത് എൻ്റെ അപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ടാണ്. അപ്പം അയാൾ കണ്ടന്റ് എന്താണെന്ന് കേൾക്കാൻ തയ്യാറായില്ല. അവർ പ്രജുഡൈസ്ഡ് ആയിട്ട് ജഡ്ജ് ചെയ്തു. ആ പുള്ളിയുടെ പറഞ്ഞല്ല, അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു മെറ്റീരിയൽ ഇരിക്കുന്നത്. അപ്പം ഞാൻ എപ്പോഴും ആലോചിച്ചത് എന്താ കണ്ടന്റ് എന്താണെന്ന് അറിയാതെ പുള്ളി ഇങ്ങനെ ഒരു ഇതിലേക്ക് പോയത്. അപ്പോൾ പക്ഷേ എനിക്കും പേഴ്സണൽ ഞാനൊരു പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു മലയാളത്തിൽ പോസിബിൾ അല്ല. ഞാൻ സമീർക്കരുടെ അടുത്തും കഥ പറഞ്ഞു. എനിക്ക് തിരുവനന്തപുരത്ത് കഥ പറഞ്ഞപ്പോഴും പുള്ളി കഥ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ ഒരു ഫീമെയിൽ ലീഡിനെ വെച്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നു. മാർക്കറ്റിംഗ് സമീർക്കാരുടെ അടുത്ത് കഥ പറഞ്ഞ് തിരിച്ചു വന്നു. സമീർക്ക് റിയാക്ഷനൊക്കെ പോസിറ്റീവ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. പുള്ളിക്ക് എന്തോ ഒരു സാധനം കിട്ടിയെന്ന് എനിക്ക് പിടികിട്ടി. അങ്ങനെ വന്നു. അപ്പോൾ ഞാൻ അതുലിനെ വിളിക്കുന്നുണ്ട്. അതുൽ പക്ഷേ ബിസിയാണ്. അതുൽ ഡയറക്റ്റ് ചെയ്യുന്നൊരു ഫിലിമൊക്കെ ആയിട്ട് ബിസിയാണ്. അപ്പോൾ ആണ് ഞാൻ ലിബിനെ കോണ്ടാക്ട് ചെയ്യുന്നത്. ലിബിൻ നമ്മുടെ എന്നോട് നോൺസെൻസിൽ കോറൈറ്ററായിട്ട് ഉണ്ടായിരുന്നതാണ്. ലിബിൻ എൻ്റെ കോളേജ് മേറ്റാണ്. അപ്പം അതെ. അപ്പം ഞങ്ങൾ അതുലായാലും ലിബിനായാലും ഞങ്ങൾ ചിന്തകൾ ഒരുപോലെയാണ് വരാറ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന സിനിമകൾ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പോൾ പെർസ്പെക്റ്റീവ് സിമിലർ അല്ലെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ഇതുണ്ട്. അപ്പം എനിക്ക് രണ്ടുപേരുടെയും എന്താ പറയുക, അവരുടെ ഇതിലെനിക്ക് ഓരോരുത്തരും ഓരോ കാര്യങ്ങളിൽ അടിപൊളിയാണ്. അപ്പം എനിക്ക് ലിബിൻ്റെ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ആസ് എ റൈറ്റർ ഇതിൽ ഈ സമയത്ത് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നി ആക്ച്വലി അവിടെ. കാരണം നമ്മൾ അന്ന് എഴുതി വെച്ചത് 300 പേജസ് ഉണ്ടായിരുന്നു. 300 പേജിൻ്റെ ഒരു റൈറ്റപ്പാണ് ഉണ്ടായിരുന്നത്. കാരണം അത്രയും ഒരുപാട് എല്ലാ ക്യാരക്ടറിനും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സീനുകളും ഒക്കെ ആയിട്ട് ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റാണത്. വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുള്ളൊരു സംഭവം. അങ്ങനെ ഞാൻ എന്നോട് സമീർക്ക് ഒരു ബൗണ്ടഡ് സ്ക്രിപ്റ്റ് വേണമെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ പുള്ളി കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ലിബിനെ വിളിച്ച് ഞാൻ കോവിഡ് കാലത്ത് ഞാൻ കൊച്ചി വന്ന് ഞാനൊരു അപ്പാർട്ട്മെൻറ്റൊക്കെ എടുത്ത് ഞാൻ 1 മാസം കൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് സീൻ മുതൽ ലാസ്റ്റ് സീൻ വരെ ലിബിൻ കുറച്ചുകൂടി എഡിറ്റ് ചെയ്ത് ക്രിസ്പാക്കി വേറെ തന്നെ കുറേ പെർസ്പെക്റ്റീവ്സ് ഒക്കെ ആഡ് ചെയ്തു. പിന്നെ ഈ പറഞ്ഞ പോലെ മാനുവലിൻ്റെ ക്യാരക്ടറിന് കുറച്ചും കൂടി ഫോക്കസ്ഡായി. പ്രിയദർശിനി അല്ലാതെ മാനുവലിനും കുറച്ചുകൂടി ഫോക്കസ്ഡായി. അങ്ങനെ ചെറിയ ആക്ടുകൾ ചേഞ്ചുകളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും മെയിൻ ഡ്രാമ അതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ സ്ക്രീൻ പ്ലേ സമീർക്കൊക്കെ കൊണ്ടു കൊടുത്തു, ഏൽപ്പിച്ചവിടെ. ഒരു 1 വീക്ക് കൊണ്ട് സമീർക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി ആരുടെ പറയരുത്, നമ്മളിത് പിടിക്കുകയാണെന്ന് പറഞ്ഞു. എനിക്ക് കുറച്ച് ചേഞ്ചസുകൾ ആവശ്യമുണ്ട് ഈ കഥയിൽ, നിങ്ങളിങ്ങ് വാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും അതിൽ ഫ്രീ അല്ല. ഞാനും ലിബിനും 2020 ഒരു ഒക്ടോബർ നവംബർ സമയത്താണ് തോന്നുന്നു ഞാൻ ഹാപ്പി ഹൗസിൽ ജോയിൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ അവിടെ മാറിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങളവിടെ ഇന്നാവുന്നു 21 ഈ സിനിമ ചെയ്യാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തു. ഏപ്രിൽ 21 സമീർക്ക് വേറൊരു ആക്ടറെ ഇതിനകത്ത് ഇന്നാക്കി. അപ്പോൾ ഞാൻ അന്ന് വേറൊരു ഫീമെയിൽ ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പം അത് മതിയെന്ന് പുള്ളിയും പറഞ്ഞു. പുള്ളിക്ക് ആ വിഷൻ കിട്ടി. അപ്പോൾ അങ്ങനെ അന്നൊരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു ആ സിനിമയ്ക്ക്. അപ്പോൾ പുള്ളി ആക്ച്വലി ആ ട്രീറ്റ്മെൻറ്റിലൊരു ചേഞ്ച് നമുക്ക് കൊണ്ടുവരണം ഫുൾ സ്ക്രീൻ പ്ലേക്ക്. അല്ലല്ല, ആക്ച്വലി അതിന് വേറൊരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു ഈ ഡ്രാമ. സീരിയസും അല്ല, ആദ്യം വേറൊരു സിറ്റുവേഷണൽ ഹ്യൂമർ എന്നൊക്കെ പറയുന്ന പോലത്തെ വേറൊരു പാറ്റേണിലുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ കുറച്ചും കൂടി നമുക്കിതിനെ കുറച്ചുകൂടി ത്രില്ലറായിട്ട് തന്നെ ഇതിനെ സമീപിക്കാം എന്നുള്ളൊരു ആംഗിളിൽ ഞങ്ങളതിനെ ത്രില്ലറായിട്ട് കുറച്ചുകൂടി വർക്കൗട്ട് ചെയ്തു. കുറച്ചുകൂടി വേറൊരു ക്രിസ്പ് ആൻഡ് ക്ലിയർ ഒരു പരിപാടിയിലേക്ക് പിടിച്ചു. അപ്പോൾ അത് നമ്മളെ അങ്ങനെയാണ് ആക്ടർക്കൊക്കെ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ കുറച്ചുകൂടി മാനുവലിനെ പേഴ്സ്പെക്റ്റീവിൽ എഴുതാൻ പറഞ്ഞൊക്കെ പുള്ളിയാണ്. മാനുവലാണ് ഇതിലെ ഹീറോ എന്ന് വെച്ചിട്ട് സമീർക്ക് എന്നോട് പറഞ്ഞു, മാനുവലാണ് ഹീറോ എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്യേണ്ടത്. പ്രദർശനം അവിടെ ഇരിക്കട്ടെ, മാനുവൽ ഇതിനകത്ത് ഹീറോ ആണ് എങ്ങനെ ഉണ്ടാവുന്നത്. അങ്ങനെയാണ് നമ്മൾ മാനുവലിനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റിവീലാക്കാത്ത പല കാര്യങ്ങളും റിവീലാക്കി തുടങ്ങി. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ വർക്കൗട്ട് ചെയ്തൊരു സ്ക്രിപ്റ്റും ഇങ്ങനെ വർക്കൗട്ട് ചെയ്ത സ്ക്രിപ്റ്റും കൂടി ജോയിൻ ചെയ്തു. കമ്പൈൻ ചെയ്തപ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും ഭയങ്കര പ്രാധാന്യമായി. 2 ക്യാരക്ടേഴ്സും ഭയങ്കര ഡെവലപ്പ് ചെയ്തു. അപ്പോൾ അങ്ങനെ വന്നിട്ടാണ് ആക്ച്വലി ഒരു മെക്കാനിക്കൽ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ 21 ഷൂട്ട് ചെയ്യുന്നപ്പോഴും സമീർക്ക് പറയുന്നുണ്ട്,
ഇതിൻ്റെ ലൊക്കേഷൻ കിട്ടൽ നല്ല ടഫാണ്. ആ ഒരു അത് കണ്ടുപിടിക്കണം. സ്ക്രീൻ പ്ലേ എഴുതി പിടിച്ചാൽ പോരാ, അതൊരു സൈഡിൽ നടന്നോട്ടെ, സ്ക്രീൻ പ്ലേ ഇത് കണ്ടെത്തണം, ലൊക്കേഷൻ കണ്ടെത്തണം. അപ്പോൾ ഞങ്ങളിങ്ങനെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ പല സൈഡിലൂടെ നമ്മൾ കഥാപരമായിട്ട് കോട്ടയം പത്തനംതിട്ട ആയിരുന്നു ഞങ്ങൾ ചൂസ് ചെയ്തത്. കാരണം കഥയിൽ തന്നെ എയർപോർട്ട് ഒരു 3 hours ട്രാവൽ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ പിന്നെ എല്ലാ ടെറൈനും എല്ലാം കൊണ്ടും സംസാരവും എല്ലാം കൊണ്ടും കോട്ടയം പത്തനംതിട്ടയിലാണ് ഇത് ഫിറ്റ് ആവുന്നത്. അപ്പോൾ നമുക്ക് ആ സ്ഥലത്തൊരു ലൊക്കേഷൻ വേണം. പിന്നെ അതുപോലെ തന്നെ പത്തനംതിട്ടയിലാണ് ഏറ്റവും കൂടുതൽ പൂട്ടിക്കിടക്കുന്ന വീടുകളുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വെളിയിലാണ്. അപ്പം പത്തനംതിട്ടനെ ഫോക്കസ് ചെയ്ത് കിട്ടാൻ സാധ്യത ഉണ്ടാവും എന്നുള്ള രീതിയിൽ അങ്ങനെ പത്തനംതിട്ട പോയി ഞങ്ങൾക്ക് കിട്ടി. ഒരു അടിപൊളിയായിട്ട് എല്ലാവർക്കും വർക്കായ ഒരു ലൊക്കേഷൻ കിട്ടി. അത്രയും നല്ലൊരു ലൊക്കേഷനിലല്ല ഇപ്പോൾ ഷൂട്ട് ചെയ്തത്. അത്രയും ഹൈ ആയിരുന്നു അന്നത്തെ ആ ലൊക്കേഷൻ. അപ്പോൾ അത് 3 വീടുകൾ വെറുതെ പൂട്ടിക്കിടക്കുന്ന വീടായിരുന്നു. ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ ഈസി ആയിരുന്നു. പക്ഷേ ആ ഓണർ സമ്മതിച്ചു, ഭയങ്കര അയാളും ഓക്കെ ആയിരുന്നു. ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ മനസ്സ് മാറി. ഈ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പുള്ളിയുടേതായ ഒരു പേഴ്സണൽ കോഴ്സ് ഉണ്ട്, എനിക്ക് ഇപ്പോൾ പറയാനില്ല. അപ്പം നമുക്കത് അയാളുടെ പെർസ്പെക്റ്റീവ് ഉണ്ട്, നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പം സമീർക്ക് പറഞ്ഞു, ഇനി അയാളെ നമ്മൾ ചോദിക്കുന്നതിൽ അർത്ഥമില്ല, അത് അയാളുടെ ചിന്ത അതാണ്, നമുക്ക് വേറെ തപ്പാം, നിങ്ങൾ കുറച്ചുകൂടി ശ്രമിക്കുന്നു പറയും. അയാൾ വീണ്ടും വണ്ടിയെടുത്ത് പല വഴികളിൽ തപ്പുന്നു. അന്ന് എൻ്റെ കൂടെ ട്വിങ്കിൾ എന്ന് പറഞ്ഞൊരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ പത്തനംതിട്ടക്കാരനാണ്. അവനവിടെ എല്ലാ ദിവസവും രാവിലെ ബൈക്കെടുത്ത് അവൻ പത്തനംതിട്ട ജില്ല മുഴുവൻ കറങ്ങും. അവൻ ഈ പറഞ്ഞ ഏടിയായിരുന്നു. അതുപോലെ സഞ്ജു എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ കോട്ടയത്തിൻ്റെയും എറണാകുളത്തിൻ്റെയും സൈഡിൽ അവർ തപ്പുന്നുണ്ട്. അങ്ങനെ പലരും ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് ഒക്കെ ഈ ലൊക്കേഷന് വേണ്ടി തപ്പൽ നടക്കുന്നുണ്ട് വെറുതെ. പക്ഷെ ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ ഒന്നും ഇതിൻ്റെ കൂടെ തന്നെ ആ ആക്ടർ പിന്മാറുകയും ചെയ്തു. അങ്ങനെ ആക്ച്വലി അത് ഫസ്റ്റ് സെറ്റ് ചെയ്ത ആക്ടർ അത് സ്റ്റോപ്പായി, പരിപാടി ഡ്രോപ്പായി എന്നുള്ളൊരു മൂഡിലായി. അപ്പം സമീർക്ക് എന്നോട് പറഞ്ഞു, നിങ്ങൾ തൽക്കാലം ഇത് മാറ്റി വെക്ക്, നമുക്ക് വേറെ എന്തെങ്കിലും ഒരു പരിപാടി ആലോചിക്കാം, നിങ്ങൾ വേറൊരു കഥ ആലോചിക്കുക എന്നൊക്കെ ഉള്ളവർ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഡിസപ്പോയിൻറ്റഡ് ആവണ്ട എന്നുള്ളൊരു സംഭവമായിരുന്നു. പക്ഷെ വേറൊരു കഥയിലേക്ക് ചിന്തിക്കാൻ മാനസികമായി എനിക്ക് തയ്യാറല്ലായിരുന്നു. ഞാൻ അത്രയും ഇത് എൻ്റെ ശരീരത്തിൽ കയറി കഴിഞ്ഞിരുന്നു. അപ്പോൾ അത് വിടാനും തോന്നുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് നിങ്ങൾ നേരത്തെ ചോദിച്ച പോലെ പല സിനിമകളിലും പല കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹൈ ഇടയ്ക്കിടയ്ക്ക് നഷ്ടപ്പെട്ടോ എന്നൊരു തോന്നലുണ്ടായി. പിന്നെ ചില സ്ഥലങ്ങളിൽ നിന്ന് അറിയും, ചില സിനിമകൾ ഇങ്ങനെ ആലോചനയിലുണ്ട്, ഇപ്പോൾ തുടങ്ങാൻ പോകുന്ന പടത്തിൽ ഇതാണ് കഥ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വീണ്ടും പാനിക്കാവും. അപ്പോൾ ഇത് പോവുകയാണല്ലോ എന്നുള്ള എല്ലാ ഫിലിം മേക്കേഴ്സിൻ്റെ ഒരു റൈറ്റേഴ്സ് ഫിലിം മേക്കേഴ്സിൻ്റെ ഏറ്റവും വലിയ ടെൻഷനാണ് ആക്ച്വലി ഇതിൻ്റെ ഫ്രഷ്നെസ് നഷ്ടപ്പെടുമെന്നുള്ള ഒരു സംഭവം. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്യണം എന്നൊക്കെയുള്ളൊരു സംഭവം വരുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ദിവസം സമീർക്ക രാവിലെ വന്നിട്ട് നമ്മളോട് ചോദിച്ചു, അവിടെ നസ്ര ചെയ്താൽ എങ്ങനെ ഉണ്ടാവും ഈ ക്യാരക്ടർ എന്ന് ചോദിച്ചു. അപ്പം ഇങ്ങനെ കുറേ നേരം ആലോചിച്ചു, ഓക്കെയാണ്, നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഓക്കെയാണെന്ന് തോന്നി. ചെറിയ ചേഞ്ചുകൾ വേണ്ടി വരും ഇപ്പം നമ്മൾ നിൽക്കുന്ന ഡ്രാഫ്റ്റിൽ നിന്നും, പക്ഷേ ഓക്കെയാണ്, പരിപാടികൾ ഓക്കെയാണ്. അപ്പോൾ അത് നിൽക്കുന്നു. ഞാൻ നസ്രിയുടെ അടുത്ത് നറേറ്റ് ചെയ്യുന്നു, നസ്രിയെ വർക്കാവുന്നു. അപ്പോഴും മെയിൽ ആക്ടർ ഒരു ചോദ്യചിഹ്നമായി നിൽക്കണം. മെയിൽ ആക്ടർ ഇന്നാവണം, അത് കഴിഞ്ഞ് ലൊക്കേഷൻ ഓക്കെ ആവണം. ഈ 2 ടാസ്കുകൾ മീറ്റ് ചെയ്താലേ ഈ പടം. ഏറ്റവും ടാസ്ക് ചിലപ്പോൾ ലൊക്കേഷനാണ്. ലൊക്കേഷനാണ് ഏറ്റവും വലിയ ടാസ്ക്. ആക്ടേഴ്സിനെ കാട്ടിലും ഹാപ്പി അവേഴ്സ് ഉള്ളത് കൊണ്ട് എനിക്ക് ആക്ടേഴ്സ് കുറച്ചും കൂടി ഈസിയാണ്. പക്ഷേ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തിയേ പറ്റും. അതൊരു വലിയ ചലഞ്ചായിരുന്നു ആക്ച്വലി. അപ്പോൾ അത് നിൽക്കുന്നു. ആ സമയത്ത് ബേസിൽ ഓൾറെഡി ഈ കഥ അറിയായിരുന്നു. മെൻ്റൽ മുറിയുടെ സമയത്തെ സമീർക്ക് പറഞ്ഞിട്ട് ഒക്കെ ആയിട്ട് അവനും ഒരു ഹിച്ച്കോക്കിൻ്റെ വലിയ ഫാനാണ്. അപ്പോൾ പുള്ളി നമ്മളെ അവിടെ കാണാൻ വരുമ്പോഴൊക്കെ നമ്മളെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്യും. ഉഗ്രൻ പരിപാടിയാണ്, ഈ സിനിമ നടക്കണം എന്നൊക്കെ പറഞ്ഞ് ആ പുള്ളി ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ആയിരുന്നു. പുള്ളിക്ക് ഇഷ്ടമായിരുന്നു ആക്ച്വലി ഈ കഥ, സിനിമയെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം അങ്ങനെ നിൽക്കുന്നു. അപ്പോഴാണ് ബേസിൽ ആക്ടറായിട്ട് ഇങ്ങനെ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജാനമൻ, പാൽത്തു ജാൻവർ, അപ്പോൾ അങ്ങനെ ആയി തുടങ്ങുകയാണ്. അപ്പോൾ പാൽത്തു ജാൻവറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ലിബിനോട് പറയുന്നുണ്ട്, അവിടെ വൈനോട്ട് നസ്രി ആയ സ്ഥിതിക്ക് ബേസിൽ പോലെ. അപ്പോൾ ബേസിലിൻ്റെ ഒരു ബിസിനസ് വയബിലിറ്റി ചെറിയ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ സമീർക്കരുടെ അടുത്ത് പറയുന്നു. അപ്പോൾ അവരും അത് ആലോചനയിൽ വെക്കാൻ തുടങ്ങി. അവരുടെ സുഹൃത്താണ്.
മതിയല്ലോ എന്നുള്ളൊരു ചിന്ത ഇങ്ങനെ നിൽക്കുന്നത്. ജയ ജയഹയും കൂടി ഹിറ്റായി. അപ്പോൾ പിന്നെ മതി. അതെ. അപ്പം നമ്മൾ അതിനനുസരിച്ച് ക്യാരക്ടറിൽ ചേഞ്ചസ് കൊണ്ടുവരണം, എന്നാലേ അത് വർക്കാവുള്ളൂ. നമ്മൾ ഇച്ചിരി കൂടെ ഏജ്ഡ് ആയിരുന്നു ആ ക്യാരക്ടർ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ. എൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ കഥ ആലോചിച്ച് ഫസ്റ്റ് ഡ്രാഫ്റ്റ് ആയപ്പോഴും ഉറപ്പുള്ള ഒരേ ഒരു കാസ്റ്റ് മനോഹരി ചേച്ചിയായിരുന്നു. മനോഹരി ചേച്ചി തന്നെ ഈ ക്യാരക്ടർ ചെയ്തേ പറ്റും. അത് മാത്രമാണ് ആയിരുന്നു ആദ്യത്തെ. അത് ഇതുവരെയും മാറാത്തൊരു കാസ്റ്റാണ്, ഒരേ ഒരു കാസ്റ്റ്. ഈ സിനിമയിൽ മാറാത്ത ഒരേ ഒരു കാസ്റ്റ് മനോഹരി ചേച്ചിയാണ്. അത് ഇതുവരെ മാറിയിട്ടില്ല. ഫ്രം 2019 പുള്ളിക്കാരിയാണ് എൻ്റെ മനസ്സിലും എല്ലാവരുടെയും മനസ്സിലത് വന്നത്. അപ്പോൾ ഫുൾ ഓഫ് ചെയ്യാൻ. അപ്പോൾ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മനോഹരി ചേച്ചിയുടെ മകനായിട്ട് ബേസിൽ വരുമ്പോൾ ഉള്ള ഏജ് ഡിഫറൻസിൻ്റെ ഒരു ഇത്, ഈവൻ മമ്മൂക്കയുടെ അമ്മയായിട്ട് വരെ പുള്ളിക്കാരി അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഏജിൻ്റെ ഒരു ഡിഫറൻസിയേഷൻ പണിയാവൂ എന്നൊരു ചിന്ത വന്നു. അപ്പോഴാണ് നമ്മൾ അതിനും സൊല്യൂഷൻസ് കണ്ടെത്തിയത്. ഒരു ലേറ്റ് സൺ എന്നൊക്കെയുള്ള കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇവനൊരു മൂത്ത ചേച്ചിയായിരിക്കാം. അപ്പോൾ ആക്ച്വലി നമ്മൾ ആദ്യം അനിയത്തിയായിരുന്നു ഒരു സംഭവം. അപ്പോൾ മൂത്ത ചേച്ചിയാക്കാം. മനോഹരി ചേച്ചിക്ക് വേണ്ടിയിട്ടാണ്, മനോഹരി ചേച്ചിയെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ആക്ച്വലി അത് മനോഹരി ചേച്ചി അല്ലാതെ വേറൊരാളെ പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇത് എങ്ങനെ അത് പ്രാക്ടിക്കലാക്കാന്നുള്ള ചിന്തയിലാണ് അതിന് സൊല്യൂഷൻസ് കണ്ടെത്താൻ തുടങ്ങിയത്. അപ്പോൾ അനിയത്തി ചേച്ചിയാക്കി. അപ്പോൾ ഇവൻ ലേറ്റ് സൺ എന്നൊക്കെയുള്ള അങ്ങനെയൊക്കെ നമ്മൾ സ്ക്രീൻ പ്ലേയിൽ വർക്ക് ചെയ്തിട്ടാണ് അത് പോസിബിലിറ്റി ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബേസിലിൻ്റെ അടുത്ത് സമീർക്ക് ഒരൊറ്റ ഫോൺ കോളിൽ പുള്ളി ഇന്നാണ്, പുള്ളി ഓൾറെഡി കാതെ അറിയാം, എങ്കിലും ഡീറ്റെയിൽസ് സ്ക്രീൻ പ്ലേ അറിയത്തില്ല. ഡീറ്റെയിൽസ് സ്ക്രീൻ പ്ലേയും കൂടി കേട്ടു. പുള്ളി മാർച്ചിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സമീർക്കും ആക്ച്വലി ഇത് എപ്പം നടക്കുന്ന ഒരു ധാരണയില്ലായിരുന്നു. പുള്ളി ആവേശം സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷൈജുക്കാണെങ്കിൽ മഞ്ഞുമൽ ബോയ്സിൻ്റെ ലുക്കാണ്. ഇത് രണ്ടും കഴിയാതെ നമുക്കിത് പ്രൊഡക്ഷൻ തുടങ്ങാനും പറ്റില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ചെയ്യുന്നത്. അപ്പം ഇത് ഓണായി വരുമ്പോഴത്തേക്കും പുള്ളി ആവേശം ചെയ്യാൻ പോയപ്പോഴും എന്നോട് പറഞ്ഞു ലൊക്കേഷൻ തപ്പിക്കോ, അത് കിട്ടിയാലേ നടക്കുകയുള്ളൂ. ഇത് ആർട്ടിസ്റ്റ് ഓക്കെ ആയി ഇപ്പം, പക്ഷേ ലൊക്കേഷൻ കണ്ടുപിടിക്കണം. അങ്ങനെ വന്നപ്പോൾ എനിക്കറിയായിരുന്നു നമ്മൾ തപ്പി 3-4 ജില്ലകൾ തപ്പിയതാണ്. തൃശ്ശൂർ ജില്ല, എറണാകുളം ജില്ല, കോട്ടയം, പത്തനംതിട്ട, കൊല്ലത്തിൻ്റെ കുറേ സൈഡെല്ലാം തപ്പിയതാണ്. അപ്പോൾ ഈ തപ്പൽ കൊണ്ട് പോസിബിൾ അല്ല. നമ്മൾ എത്ര ഇടവഴികൾ കയറിയാലും ഇത് നമുക്ക് കാണാതെ പോകുന്ന സ്ഥലങ്ങളുണ്ടാവും. അപ്പോൾ ഇത് അങ്ങനെ പോയാൽ കിട്ടത്തില്ല. നമുക്ക് വളരെ ഡീറ്റെയിൽഡായിട്ട് ഇത് അറിയണമെങ്കിൽ പരസ്യം ചെയ്തേ പറ്റും. അപ്പോൾ അങ്ങനെയാണ് പരസ്യം ചെയ്യാമെന്നുള്ളൊരു ആഡ് കൊടുത്തു. അങ്ങനെ നമ്മൾ ആദ്യം ഒരു മാപ്പ് ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളൊരു ആഡ് പോയി, സോഷ്യൽ മീഡിയയിൽ പോയി, പത്രങ്ങളിൽ വന്നു. അപ്പോൾ ഈ ട്വിങ്കിളും ഒക്കെ നമ്പറൊക്കെ ട്വിങ്കിളിൻ്റെയും മിഥുൻ്റെയും ഒക്കെയാണ് നമ്മളെ ADs ആയിട്ടുള്ള. അപ്പോൾ ഇവർക്ക് ഇത് നന്നായിട്ട് ഇവർക്കും അറിയാം ഓരോ വീടുകൾ വേണമെന്നുള്ള. അപ്പോൾ ADsനൊക്കെ വളരെ ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ സോർട്ട് ചെയ്യാൻ തുടങ്ങി. 2000 ഒക്കെ എൻട്രീസ് വന്നിട്ടുണ്ട് ഓഡീഷൻസ്. അപ്പോൾ ഒരു ലൊക്കേഷൻ ഓഡീഷൻ നടക്കുക. അപ്പോൾ അവരതിനകത്ത് നിന്ന് സോർട്ട് ചെയ്യുന്നു, നമ്മൾ പോയി കാണുന്നു. അപ്പോൾ കുറേ കൂടെ ഓപ്ഷൻസ് വന്നു. ഓപ്ഷൻസ് ഒന്ന് കാണാൻ ഒത്തിരി ഓപ്ഷൻസ് ആയി തുടങ്ങി. പണ്ട് കാണാൻ ഓപ്ഷൻസ് ഇല്ല, എവിടെ പോയി തപ്പുന്നുള്ളൊരു ധാരണയിൽ വെറുതെ വണ്ടി എടുത്ത് പോകുക എന്നുള്ളതാണ്. ലൊക്കേഷൻ മാനേജേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ അവർക്കിത് പറഞ്ഞ് മനസ്സിലാക്കാനും പാടാം. കാരണം ഇത് നമ്മൾ അയച്ചു കൊടുത്താലും അവർക്ക് മനസ്സിലാവില്ല ഇങ്ങനെയാണ് വേണ്ടത്. നമ്മൾ തന്നെ ഇറങ്ങിയാലെന്ന് വെച്ചാൽ അതും അയ്യോ, നമ്മളെ ഇൻഡസ്ട്രിയിൽ ഈ ഒരു പരിപാടിയിൽ അത് പോസിബിൾ അല്ല. 6 വീടുകൾ സെറ്റ് ഇടേണ്ടി വരും. അത് പ്രാക്ടിക്കൽ അല്ല, അത് പോസിബിൾ അല്ല ആക്ച്വലി. നമ്മൾ ചീറ്റ് ചെയ്യണമെങ്കിൽ തന്നെയും ഒരു ഇത്ര പെർസെൻറ്റേജ് എങ്കിലും വേണം. എങ്കിൽ ഇപ്പം അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കുറച്ചൊക്കെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ 100% ഉറപ്പിച്ച് അങ്ങനെ കിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ വന്നപ്പോൾ നമുക്ക് വേറൊരു കൺസ്ട്രെയിനും കൂടെ അതിനകത്ത് ഉണ്ടായിരുന്നത് എറണാകുളം ജില്ലയിൽ തന്നെ കിട്ടും വേണമായിരുന്നു. അങ്ങനെ ഒരു കൺസ്ട്രെയിനും കൂടെ അവസാന നിമിഷം വന്നു. പക്ഷെ കറക്റ്റായിട്ട് കോലഞ്ചേരി കിട്ടി. വലിയ എറണാകുളത്ത് നിന്ന് വലിയ ദൂരമില്ലാത്ത കോലഞ്ചേരി തന്നെ അത് കിട്ടുകയും. അപ്പോൾ വേറൊരു ടാസ്ക് അതിനുണ്ടായിരുന്നു. ഒരു വീട്ടിൽ ആളില്ല, വേറൊരു വീട്ടിൽ പിന്നെ പുള്ളി കൃഷിക്കാരനൊക്കെയാണ്. അപ്പം പുള്ളി മാറത്തുമില്ല ആ വീട്ടിൽ നിന്ന്. പുള്ളി പറഞ്ഞത് ഷൂട്ട് ചെയ്തോ, ഞാനിവിടെ ജീവിക്കും. പക്ഷെ അത് പോസിബിൾ അല്ല, നമുക്ക് ഒത്തിരി നൈറ്റ് സീൻസും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ പുള്ളിയെ മാറ്റി താമസിപ്പിച്ചേ പറ്റും. അപ്പോഴാണ് നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ടുള്ള ഇംതിയാസ് കദീക്ക നമ്മൾ വിളിക്കുന്നത്. പുള്ളി ആ ദൗത്യം ഏറ്റെടുക്കുന്നത്. പുള്ളി അവിടെ നിന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് മാറ്റി വേറൊരു വീട്ടിൽ താമസിപ്പിച്ച്
അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് കൺസ്ട്രക്ഷൻ ആവശ്യമുണ്ടായിരുന്നു. അതിന് മതിലില്ല, ഗേറ്റില്ല, അതുണ്ടാക്കണം. അടുക്കളയുടെ ഒരു പോർഷൻ വേറെ ഉണ്ടാക്കി അതിന് സ്ട്രെച്ച് ചെയ്യാനുണ്ടായിരുന്നു, കാരണം ഡിസ്റ്റൻസ് സിമിലറാക്കണം. അങ്ങനെ കുറച്ചധികം ആർട്ടിൽ പണിയെടുത്തു. ഓരോ അപ്പുറത്തെ വീടിനും ഒക്കെ ചെറിയ ചെറിയ പണികളെടുത്തു. പ്രൊഡക്ഷൻ ഡിസൈനർ വിനോദ് എന്നാണ് പുള്ളി പ്രേമലൊക്കെ ചെയ്തിട്ടുള്ളത് ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അതിലേക്ക് വന്നു. അങ്ങനെ ആ ഒരു പരിപാടിയിലാണ് പിന്നെ ഷൂട്ടിലേക്ക് കടക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, സൂക്ഷ്മദർശിനി എന്ന പേരിൽ നിന്നാണോ പ്രിയദർശിനിയിലേക്ക് എത്തിയത്, അതോ പ്രിയദർശിനി എന്നാണോ സൂക്ഷ്മദർശിനിയിലേക്ക് എത്തിയത്? പ്രിയദർശിനി എന്നുള്ള പേരും നിന്ന് തന്നെയാണ് സൂക്ഷ്മദർശിനി എന്ന് ഉണ്ടാക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, അതുലാണ് സൂക്ഷ്മദർശിനി എന്നുള്ള ടൈറ്റിൽ ഇടുന്നത്. അപ്പം അതുൽ എൻ്റെ അടുത്ത് ആദ്യം നമ്മൾ വളരെ ചെറുപ്പം മുതൽ ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കുമായിരുന്നു. ബാക്ക് സ്റ്റോറീസ് എല്ലാം ഉണ്ടാക്കി എല്ലാ ക്യാരക്ടേഴ്സിനും. ഈ സിനിമയിൽ കാണുന്ന എല്ലാവർക്കും തന്നെ ചെറുപ്പം മുതലുള്ള ബാക്ക് സ്റ്റോറീസ് നമ്മൾ അന്നാണെങ്കിലും പിന്നീടാണെങ്കിലും ഒക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ വീടിനും ഒരു കഥ ഒക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പ്രിയദർശിനിയെക്കുറിച്ചും എൻ്റെ അടുത്ത് അതുൽ ആദ്യം പറയുന്നൊരു പോയിന്റ്, ഇവൾ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് മൈക്രോസ്കോപ്പിലൂടെ നോക്കാൻ കിട്ടുന്നൊരു അവസരം. ഇവൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയിട്ട് പാറ്റയുടെ ലിംഗം കണ്ടുപിടിച്ചു എന്നുള്ള ഒരു ക്രിക്കിയായിട്ടുള്ള ക്യാരക്ടറിൻ്റെ ഒരു ഷെയ്ഡ് കിട്ടി. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് അതാണ് നമുക്ക് വേണ്ടത്, ഈ ക്രിക്നെസ് തന്നെയാണ് വേണ്ടത്. അപ്പം അങ്ങനെ ഇവളെ മൈക്രോബയോളജിസ്റ്റ് ആക്കണം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആ സൂക്ഷ്മദർശിനിയിലേക്ക് അതിനെ നമുക്ക് ഫിറ്റിങ് ചെയ്യാൻ പറ്റി എന്നുള്ള ഇതിലാണ് അത് പോകുന്നത്. പിന്നെ ഈ സിനിമ സ്ക്രീൻ പ്ലേയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ഓഡിയൻസിനെ ഒരുപാട് മാനിപ്പുലേറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചില കാര്യങ്ങൾ നമ്മൾ ഓഡിയൻസ് തന്നെ മനസ്സിലാക്കി എടുക്കണം. ഇന്നിപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന കാര്യങ്ങളുണ്ടാവില്ല. ഇന്നിപ്പോൾ എനിക്ക് ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. ഞാൻ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് എനിക്കും ചെറിയ ഇതുണ്ടായിരുന്നു, ആൻറ്റിസിപ്പേഷൻ ഉണ്ടായിരുന്നു. ഇന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ആൾക്കാർ അതായത് ചോദിക്കാൻ പോകുന്നത്, ഇന്നത് മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് തന്നെ അങ്ങനത്തെ ഒരു സാധനം എനിക്ക് റിപ്പീറ്റേറ്റീവായിട്ട് പലരും ചോദിക്കാൻ തുടങ്ങി. ഇതെങ്ങനെയാണ്, അതിലൊരു ലൂപ്പ് ഹോളല്ലേ, പൊത്ത് ഹോളല്ലേ എന്നുള്ള രീതിയിൽ പലരും ചോദിച്ചു. പക്ഷേ നമ്മളതൊന്നും സ്പൂൺ ഫീഡ് ചെയ്യാത്തതാണ്. ആക്ച്വലി സ്പൂൺ ഫീഡിങ് വളരെ കുറവാണ്. ശരി. അപ്പം അതിനെല്ലാം ഉള്ള ആൻസർ ആ സിനിമയിലുണ്ട്. ആക്ച്വലി എനിക്ക് പറയാൻ ഇത്രേ ഉള്ളൂ. ആക്ച്വലി ഒന്നുകൂടി നിങ്ങൾ സൂക്ഷ്മദർശിനിയായിട്ട് അതിനെ കണ്ടാൽ ആ ആൻസർ അതിലുണ്ട് എന്നുള്ളത് മാത്രമേ ഇപ്പോൾ പറയാൻ കഴിയുള്ളൂ. ഇപ്പോൾ പറഞ്ഞാൽ അത് സ്പോയിലറാണ്. അതിനുള്ള ആൻസർ ഞങ്ങളുടെ കയ്യിൽ ഉണ്ട്, സൊല്യൂഷൻ ഉണ്ട് ആക്ച്വലി. പക്ഷെ അത് ഞങ്ങൾ സ്പൂൺ ഫീഡ് ചെയ്യേണ്ടെന്ന് വെച്ചാണ്. അപ്പോൾ എനിക്കത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കൂടുതൽ എല്ലാവരോടും ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല ഇങ്ങനെയാണെന്ന്. അപ്പോൾ ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ ഒന്നുകൂടി ഒന്ന് സൂക്ഷ്മമായി നോക്കിയാൽ അത്ര സിമ്പിളാണ്. നസ്രി ക്യാരക്ടർ ചെയ്യുന്നു. നസ്രി അതിനു മുമ്പ് നമ്മൾ ബാംഗ്ലൂർ ഡേയ്സ് തൊട്ട് ഇങ്ങോട്ട് കൂടെയൊക്കെ ഒരുപാട് സിനിമകൾ കണ്ടിരുന്നു. നസ്രിയുടെ ഒരു ഏജും കാര്യങ്ങളും അതിൽ നിന്നൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് കുറച്ചൊരു എന്താ പറയുക, ഒരു മോളുള്ള കുറച്ച് ഒരു 9 വർഷത്തോളമായിട്ട് കല്യാണം കഴിഞ്ഞിരിക്കുന്ന ഒരു ലേഡിയൊക്കെ ആയിട്ടാണ് ഈ മാരീഡ് വുമൺ, കൊച്ചിന്റെ അമ്മ, അതൊക്കെ നസ്രിയുടെ നമ്മൾ അത്രയും കണ്ടിട്ടില്ല, കണ്ടുവരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ബ്രേക്ക് വേണമെന്ന് കരുതി തന്നെ ആയിരുന്നു നസ്രി. അതാ ഞാൻ പറഞ്ഞത്, ഇത് നസ്രിക്ക് വേണ്ടി ഉണ്ടാക്കിയ കഥയല്ലല്ലോ. നമ്മളിത് പ്രിയദർശിനി ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ കഥയാണ്. അപ്പം ഇതിലേക്ക് നസ്രിയെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ആക്ച്വലി നമ്മൾ ഏജ് പോലും അത് തന്നെയായിരുന്നു. അപ്പോൾ ഏജ് കറക്റ്റായിട്ട് പുള്ളിക്കാരുടെ ഏജുമായിട്ട് മാച്ചായിരുന്നു ആ സംഭവം. അപ്പോൾ അങ്ങനെ അതായത് ഞാൻ പറഞ്ഞ ആദ്യത്തെ ഡ്രാഫ്റ്റിലൊക്കെ ഏജ് കൂടുതലായിരുന്നു. പിന്നീട് നമ്മൾ വർക്ക് ചെയ്യുമ്പം ഉള്ള ഏജ് ഗ്രൂപ്പ് കുറച്ചുകൂടി പ്രാക്ടിക്കലാക്കാൻ വേണ്ടി നമ്മളൊരു ഏജ് പ്ലേസ് ചെയ്തിരുന്നു. ആ ഏജിലേക്ക് തന്നെ നസ്രി ഫിറ്റിനായി. അപ്പോൾ നമുക്ക് ഒരു കൊച്ചിൻ്റെ ആവശ്യം സിനിമയിലുണ്ട്. അപ്പോൾ ഈ കൊച്ചിനിപ്പം നസ്രിയെ വേണ്ടാന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അപ്പം നോക്കാം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ കഥ പറഞ്ഞപ്പോൾ നസ്രിയ ഒരിക്കൽ പോലും കൊച്ചുണ്ടോ കൊച്ചില്ലേ അതിനെക്കുറിച്ച് ബോധേഡായിരുന്നില്ല. അപ്പം ഞാൻ കഥയെല്ലാം കഴിഞ്ഞ് പുള്ളിക്കാർ ഭയങ്കര എക്സൈറ്റഡ് ആയി. ഞാൻ ചോദിച്ചു, ഈ കുട്ടി ഒരു നസ്രിയക്ക് പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിച്ചു. ആ ക്യാരക്ടറിന് അത് ഡിമാൻഡിങ് ആണല്ലോ, ആ കഥയിൽ അത് ഡിമാൻഡിങ് കൊച്ചെന്നാവാം, അല്ലാതെ അതിനെക്കുറിച്ച് ഷീ ഈസ് നോട്ട് കൺസേൺ. അതുപോലെ സിനിമയുടെ ടെക്നിക്കൽ സൈഡിലൂടെ വരുവാണെങ്കിൽ മ്യൂസിക് ഒരു പ്രധാന ഘടകമായിരുന്നു സിനിമ. എല്ലാവരും ഇപ്പോൾ സംസാരിക്കുന്ന മ്യൂസിക്കിനെ പറ്റിയാണ്. ക്രിസ്റ്റോയുടെ BGM-ഉം മ്യൂസിക്കും കാര്യങ്ങളും എങ്ങനെയാണ് ക്രിസ്റ്റോയിലോട്ട് എത്തിയത്? എങ്ങനെയായിരുന്നു ലൈക്ക് മ്യൂസിക് നിങ്ങൾ പടം പ്ലാൻ ചെയ്തപ്പോൾ തന്നെ? അല്ല, ആക്ച്വലി ക്രിസ്റ്റോ എന്നുള്ള ഓപ്ഷൻ വരുന്നത് ഏറ്റവും അവസാനം ഷൂട്ട് തുടങ്ങുന്നതിന് കുറച്ച് മുമ്പാണ്. അപ്പം ആദ്യം വേറെ കുറേ ഓപ്ഷനൊക്കെ തന്നെയായിരുന്നു. പിന്നെ ബ്രഹ്മയുഗം കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് ക്രിസ്റ്റോയുടെ ഒരു സ്കോർ സ്റ്റൈൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.
അപ്പം സമീർക്കയും ക്രിസ്റ്റോനെ നമുക്ക് അപ്പം ഞാൻ ക്രിസ്റ്റോ എന്ന് പറയുമ്പോൾ സമീർക്ക് ഓൾറെഡി ക്രിസ്റ്റോനെ വിളിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ മനസ്സിൽ കാണുമ്പോഴത്തേക്ക് സമീർക്ക് അത് ഓൾറെഡി ക്രിസ്റ്റോനെ വിളിച്ചപ്പോൾ എന്നോട് പറയടാ അവൻ ബിസിയാണ്. ഞാൻ ചോദിച്ചതാ, അവൻ ടർബോ കഴിയാതൊന്നും പിടിക്കത്തില്ല. അപ്പം പുള്ളിയുടെ അടുത്ത് വേറൊരു പേര് പറഞ്ഞു. എനിക്ക് ആ പുള്ളിയിലേക്ക് പോകാൻ എനിക്ക് അത്ര ഒരു എന്താ പറയുക, ആ കോൺഫിഡൻസിൻ്റെ അല്ല, ക്രിസ്റ്റോയുടെ ഒരു പരിപാടി വേണം എന്ന് എനിക്ക് എന്തായിരുന്നു. അപ്പോൾ ക്രിസ്റ്റോനെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്ത് കൊണ്ടുവരണമല്ലോ എന്നുള്ളതായി. അപ്പോൾ സമീർക്ക് എന്നോട് പറഞ്ഞില്ല, അടുത്ത ദിവസം തന്നെ നീ പുള്ളിയെ പോയി ഒന്ന് കാണണം, കഥ വരാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇതിൻ്റെ റൈറ്റർ അതുലിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ് ക്രിസ്റ്റോ. അപ്പം ഞാൻ അതുലിനെ വിളിച്ചിട്ട് പറയാം, എങ്ങനെയെങ്കിലും നീ ക്രിസ്റ്റോ നമ്പറിങ് അയച്ചേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്രിസ്റ്റോനെ വിളിച്ചു. അപ്പോൾ ക്രിസ്റ്റോ പറഞ്ഞു, ഇല്ല ബ്രോ, ഞാൻ ടർബോ കഴിയാതെ എന്നെ സമീർക്ക് വിളിച്ചതാണ്, എനിക്ക് ഇത് കഴിയാതെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ല, ടൈം തനിക്ക് കൺഫ്യൂഷൻ ആയതുകൊണ്ടാണ്, നമുക്ക് ആക്ച്വലി ഷൂട്ട് കഴിഞ്ഞിട്ട് മതി, അപ്പോഴത്തേക്ക് ടർബോ ഒക്കെ തീരും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ കൺവിൻസ് ചെയ്യാനും കുറേ ശ്രമങ്ങൾ നടത്തി. അപ്പോൾ പുള്ളി അപ്പോഴും ഇല്ല. പുള്ളി അതായത് കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളി ഭയങ്കര ഫോക്കസ്ഡാണ്, ചെയ്യുന്ന വർക്കിൽ ഭയങ്കര ഫോക്കസ്ഡാണ്. അപ്പോൾ ആ ഫോക്കസ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ് പുള്ളി വേറെ ഒന്നും എടുക്കാത്തത്. അതിന് എടുത്തിട്ട് കുളമാകണ്ടല്ലോ എന്നുള്ളതാണ് പുള്ളിക്ക് പേടിയായിരുന്നു. ആക്ച്വലി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ സമീർക്ക് വിളിച്ച് ഞാൻ ഏറ്റെടുത്തിട്ട് ഇനി ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ള പേടി കൊണ്ടൊക്കെയാണ് പുള്ളി അത് ആദ്യമേ വേണ്ടാന്ന് വെച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ജസ്റ്റ് നമുക്കൊരു 10 മിനിറ്റ് കാണാം എന്നൊക്കെ പറഞ്ഞ് ഞാനും അതിലും കൂടി രാത്രി 12 മണിയാണ് ഞാൻ പോകുന്നത്. പുള്ളി വർക്കിലാണ്. രാത്രി 12 മണിക്ക് ഞാൻ പുള്ളിയെടുത്ത് ചെന്ന് ഞാൻ വെറുതെ ഇങ്ങനെ കാഷ്വലായിട്ട് സംസാരിച്ച് ഞാൻ പയ്യെ കഥയിലേക്ക് കയറി ഞാൻ പയ്യെ ഈ പറഞ്ഞ പോലെ ഫുൾ നറേറ്റ് ചെയ്തു. ഒരു 4 മണി വെളുപ്പിന് 4 മണി വരെ പുള്ളി കഥയും കേട്ടിരുന്ന് പുള്ളി ലാസ്റ്റ് ചെയ്യാമെന്നും പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ പുള്ളിയോട് ഞാൻ പറഞ്ഞു, പയ്യെ മതി, അതായത് താൻ ടർബോ ഒക്കെ കഴിഞ്ഞ് ഒരു റിലാക്സ്ഡ് ആയിട്ട് പിടിച്ചാൽ മതി നമുക്ക് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വന്നു. പിന്നെ ക്രിസ്റ്റോ ഒരു ഗിയർ ഷിഫ്റ്റാണ് ആക്ച്വലി. അത് പുള്ളി ടർബോ ഇറങ്ങി പോയി. പുള്ളി നമ്മൾ ഷൂട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ക്രിസ്റ്റോ ലൊക്കേഷനിൽ വരുമായിരുന്നു. അപ്പോൾ ഇവൻ എടുക്കുന്ന സീൻസൊക്കെ കാണുന്നുണ്ട്, ഈ ലോഗ്രഫി കാണുന്നുണ്ട്, ആൾക്കാർ അഭിനയിക്കുന്ന പെർഫോമൻസ് കാണുന്നുണ്ട്. അപ്പം പുള്ളി ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യും, കാരണം ഇത് എറണാകുളത്ത് തന്നെ ആയതുകൊണ്ട് അടുത്തടുത്താണ്, പോയി വരാനൊക്കെ എളുപ്പമാണ്. ക്രിസ്റ്റോ ആക്ച്വലി ഒരു 25 ദിവസം കഴിഞ്ഞപ്പം ഒരു മ്യൂസിക് അയച്ചു തന്നു. അതാണ് ഈ പടത്തിൻ്റെ തീം മ്യൂസിക്. ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ പുള്ളി ഇന്നായി എന്നുള്ളതാണ്. പിന്നെ അത് ഭയങ്കര ഫാസ്റ്റായിട്ടാണ് പുള്ളി ഒരു വളരെ ഫാസ്റ്റായിട്ട് പുള്ളി പരിപാടി മൊത്തം തീർത്ത്. പിന്നെ അതിനിടയിൽ പുള്ളി ഭയങ്കര ഫാസ്റ്റായിരുന്നു. ഞങ്ങളൊരു 10-16 ദിവസം കൊണ്ട് ഡബ് കംപ്ലീറ്റ് തീർത്തു. പിന്നെ എല്ലാം ഫാസ്റ്റായിട്ടാണ്. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഒരു പടം പോലും ഇത്രയും ഫാസ്റ്റായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. ഷൂട്ടിംഗ് മൊത്തം എത്ര 65 ദിവസം. പിന്നെ അത് ഓഗസ്റ്റ് 6-ാം തീയതി ഷൂട്ട് കഴിഞ്ഞിട്ട് ഒക്ടോബർ എൻഡ് ആയപ്പോഴത്തേക്ക് ഏകദേശം തീർന്നു പരിപാടി. നവംബറിൽ കടന്നപ്പോഴത്തേക്കും നമ്മളിങ്ങനെ മ്യൂസിക്കൊക്കെ അവസാന പോർഷനിലേക്ക് എത്തി. അപ്പോൾ അതിനിടയിൽ പുള്ളിയുടെ നിർബന്ധമായിരുന്നു നമുക്കൊരു ലൈവ് ഓർക്കസ്ട്ര ചെയ്യണം എന്നുള്ളത്. പുള്ളിക്ക് വേറെ മുമ്പ് ചെയ്ത സിനിമയിൽ അത് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് ഇതിന് നമുക്കത് ചെയ്യണം, ഈ സിനിമയ്ക്ക് അത് ആവശ്യമാണ്, പുള്ളിയുടെ കൺവിക്ഷനായിരുന്നു. അപ്പോൾ അത് പുള്ളി തന്നെ പിടിച്ചാണ്. അങ്ങനെ ബുദാപെസ്റ്റ് സ്കോർ ചെയ്യുന്നു. പുള്ളി വേറൊരു ഫോറിൻ പ്രോഗ്രാമർ ഉപയോഗിച്ച് പുള്ളി പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഒരു ഹോളിവുഡിലെ ഓർക്കസ്ട്രേഷണൽ ഒരു പരിപാടി. നാടൻ ഹോളിവുഡും ബ്ലെൻഡ് അങ്ങനെ കുറെ ബ്ലെൻഡിങ് ആണ് ആക്ച്വലി. മാനൂർ എന്ന ക്യാരക്ടർ ബേസിലേക്ക് വരുന്നു. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് സ്പോയിലർ ഇല്ലാതെ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം, അതായത് അന്ന് പ്ലാൻ ചെയ്തിരുന്ന എന്തെങ്കിലും മാറ്റം വരുത്തി എന്താണെന്ന് പറയാൻ പറ്റും, സ്പോയിലർ ഇല്ലാത്ത രീതി? അല്ല, അതാ പറഞ്ഞു, ഡാർക്ക് ഹ്യൂമറിൻ്റെ ഒരു എലമെൻറ്റിന് വേണ്ടി ക്യാരക്ടർ ആദ്യത്തെ ഡ്രാഫ്റ്റിൽ ഇത്രയും വൾണറബിൾ ആയിരുന്നില്ല. അപ്പം പുള്ളി ഒരു പെർഫെക്റ്റ് ക്രൈം ചെയ്യുന്ന ആളാണ്. നമ്മളവരെ ഇത് ചെയ്തിരുന്നത് അവരുടെ സൂക്ഷ്മമായി ക്രൈം ചെയ്യുന്ന ഒരു ടീമിനെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം വൾണറബിൾ ആവാനുള്ള സ്പേസുകൾ വളരെ കുറവായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഡാർക്ക് ഹ്യൂമർ എലമെൻറ്റ് കയറണമെങ്കിൽ വൾണറബിലിറ്റി കൂടണം. അപ്പം ബേസിൽ ഇങ്ങോട്ട് പറഞ്ഞു നമുക്ക് വൾണറബിലിറ്റി കൂടണം. അപ്പോൾ എൻ്റെ അടുത്ത് അവൻ എക്സാമ്പിൾ പറഞ്ഞത് സൈക്കോ, അല്ല ഹിച്ച്കോക്ക് തന്നെയാണ് എൻ്റെ അടുത്ത് എക്സാമ്പിൾ പറഞ്ഞത്. അത് നമുക്ക് സൈക്കോ എടുക്കുവാണെങ്കിലും വൾണറബിലിറ്റി ഉണ്ട്, നമുക്ക് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയാൽ നല്ലത്, അങ്ങനത്തെ സീനുകൾ നമുക്ക് അങ്ങനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്താൽ നല്ലതല്ലേ, നല്ല രീതിയിൽ ഞങ്ങൾ ഒരുപാട് ചർച്ച ചെയ്തു. ഞാൻ നോക്കുമ്പോൾ ശരിയാണ്, ഡാർക്ക് ഹ്യൂമർ എലമെൻ്റ് അത് കിട്ടണമെങ്കിൽ അത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ അങ്ങനെ അതൊരു
ഒരു കളക്റ്റീവായിട്ടാണ് നമ്മൾ എല്ലാവരുടെയും ഇൻപുട്ട് ഉണ്ട് ആക്ച്വലി. അപ്പോൾ ഇവൻ സമീർക്കാണെങ്കിലും എല്ലാവരും ഇൻപുട്ട് ചെയ്യുന്നുണ്ട് ആക്ച്വലി ഇതിൻ്റെ അകത്തേക്ക്. അപ്പോൾ ആ സ്ക്രീൻ പ്ലേയുടെ നിങ്ങൾ ഇന്ന് സ്ക്രീൻ പ്ലേ നല്ലതാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പല അതാണ് ടീം എഫേർട്ടിൻ്റെയാണ്, കളക്റ്റീവ് ആയിട്ടുള്ള ഒരു വർക്ക്. പിന്നെ സിനിമയിലെ ഏറ്റവും ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് സിദ്ധാർത്ഥ് ഭരതന്റെ ക്യാരക്ടർ. വൺ ഓഫ് ദ ബെസ്റ്റ് ആയിരുന്നു ആ സിനിമയിൽ. അപ്പൊ എങ്ങനെയാണ് സിദ്ധാർത്ഥ് ഭരതനിലോട്ട് അല്ല അതും ഇങ്ങനെ തന്നെ ആക്ച്വലി നമ്മൾ ഒരിക്കലും ആദ്യം ചിന്തിച്ചിട്ടില്ല പുള്ളീനൊന്നും. കാരണം ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ വൾണറബിൾ ആയിരുന്നില്ല അവരുടെ. ആക്ച്വലി ഞാൻ ബ്രഹ്മയുഗം ഞാൻ കണ്ടു കഴിഞ്ഞ് വന്നിട്ട് സമീർക്കരുടെ അടുത്ത് ഞാനിങ്ങനെ ചോദിച്ചു സിദ്ധാർത്ഥേട്ടൻ എന്ന് പറയുമ്പോഴത്തേക്കും പുള്ളി കുറേ നേരം ആലോചിച്ചു. അപ്പോൾ നമ്മൾ പലരെയും പറയുമ്പോഴും ആർക്കും ഒരാൾക്ക് വർക്കാവില്ല, വേറൊരാൾക്ക് വർക്കാവുന്നൊക്കെ ഉള്ളൊരു സീനായിരുന്നു. അപ്പോൾ സിദ്ധാർത്ഥേട്ടനെ പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും ഒരേപോലെ അതിനെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നമ്മളതിനെ ഈ പറയുന്ന വൾണറബിൾ ആണെന്നുള്ള ഒരു പെർസ്പെക്റ്റീവിൽ അതിനെ കാണാൻ തുടങ്ങിയപ്പം അത് വർക്കായി ആ ഒരു പരിപാടി. എന്നാൽ അദ്ദേഹത്തിന്റെ ഈ ഒരു ഇങ്ങനത്തെ കോമഡിയും കാര്യങ്ങൾ ടൈമിങ്ങിന് എങ്ങനെയാണ് ജിതിന് എങ്ങനെ മനസ്സിൽ വന്നത്? ഓക്കെ ആയിരിക്കും. പ്രമേയം കുറച്ച് ആ ക്യാരക്ടർ വളരെ സീരിയസ് ആണ്. ഞാൻ സ്പോയിലർ ആവുന്നതുകൊണ്ടാണ് ഞാനത് പറയാത്ത. ആക്ച്വലി കുറച്ച് പരിപാടികൾ പറയണത് സ്പോയിലർ ആവും, അതാണ് എൻ്റെ ഒരു പരിപാടി. ആക്ച്വലി നമ്മൾ എഴുത്തിൽ തന്നെ മാറി ഒന്ന് ചിന്തിച്ചിരുന്നു. ആക്ച്വലി അത് പറഞ്ഞ സ്പോയിലറോ അതാണ് ഞാൻ, അതുകൊണ്ട് എനിക്ക് അതിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അത് കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ പറയാം. അതിൻ്റെ ഒരു എഡിറ്റിംഗ് അതായത് ഭയങ്കര രസമായിട്ടുള്ള കുറേ എന്താ പറയാ, നമുക്ക് കാണുന്ന കുറച്ച് സെക്കൻഡിൽ ബോർ അടിച്ചിട്ടില്ല, ഫുൾ എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരു ഷാർപ്പ് കട്ടിങ് ആയിരുന്നു. അപ്പോൾ ആ ഒരു എഡിറ്റിങ്ങിന്റെ രീതികളൊക്കെ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിലേക്ക്? ചമൻ ചമ്മൻ്റെ അടുത്ത് നമ്മൾ കഥ പറയുമ്പോഴും ചമ്മനും വർക്കായത നമ്മൾ മാക്സിമം എൻ്റെ അത് ഇൻ്റർകട്ട്സ് ഉണ്ടെന്നുള്ളതാണ്. അപ്പം ഞാൻ ആദ്യത്തെ നോൺസെൻസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ലിബിനൊക്കെ തന്നെയാണ് എഴുതിയത്. അപ്പം ഷഫീഖും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ മൂന്നുപേരും കൂടിയാണ് എൻ്റെ സ്ക്രീൻ പ്ലേ ഡീൽ ചെയ്തത്. അപ്പം നമ്മൾ ആ സ്ക്രീൻ പ്ലേക്ക് ഉണ്ടായിരുന്ന ഇൻ്റർകട്ട്സ് കുറവായിരുന്നു. അപ്പം ഞാൻ ഇതിലേക്ക് വരുമ്പോൾ ഞാൻ അതിനോടൊക്കെ പറഞ്ഞത് നമുക്ക് മാക്സിമം ഇൻ്റർകട്ട്സ് വേണം, പ്രത്യേകിച്ച് നമ്മളൊരു ത്രില്ലർ പോലെയാണ്. അപ്പോൾ മാക്സിമം ഇൻസേർട്സും ഈ പറഞ്ഞ ഇൻ്റർകട്ട്സും ഈ സിനിമയ്ക്ക് ആവശ്യമായിരിക്കണം. കാരണം പേസ് ക്രിയേഷൻ എന്നുള്ളത് അത് ശരിക്കും സ്ക്രീൻ റൈറ്റിങ്ങിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചമനോട് പറയുമ്പോഴാണെങ്കിൽ ചമനും വർക്കായ പോയിന്റ് അതാണ്. എനിക്കൊന്ന് സ്ക്രീൻ പ്ലേ എഴുതുമ്പോൾ നിങ്ങൾ എഡിറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് എഡിറ്റഡ് പോർഷനിലാണ് പല സീക്വൻസുകളും സ്ക്രീൻ പ്ലേ പോലെ തന്നെയാണ് പോയിരിക്കുന്നത്. എനിക്ക് ഹിച്ച്കോക്കിന് ഏറ്റവും ഇഷ്ടമുള്ളതും അതാണ്. ഹിച്ച്കോക്കിൻ്റെ സ്ക്രീൻ പ്ലേകൾ വെൽ എഡിറ്റഡ് സ്ക്രീൻ പ്ലേകളാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഈവൻ ഡയലം ഫോർ മർഡറൊക്കെ പ്രോപ്പർ എഡിറ്റഡ് സ്ക്രീൻ പ്ലേ ആണെന്ന് ഫീൽ ചെയ്തത്. ഞാൻ സ്ക്രീൻ പ്ലേയും വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര എഡിറ്റഡ് സ്ക്രീൻ പ്ലേ. അപ്പം അങ്ങനെ പിടിക്കണമെന്നുണ്ട്. അപ്പം ഈ പറയണ പോലെ ചമൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴും ചമൻ വർക്കായതാണ് അതാണ്. അപ്പം ചമൻ്റെ അടുത്തേക്ക് ഫൂട്ടേജസ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ചമൻ അതിൻ്റെ വേറെ ലെവലിലോട്ട് ചമൻ അതിൽ ഇന്നായി ഭയങ്കരമായിട്ട്. അപ്പോൾ ഇതിനെല്ലാം മുമ്പ് നമ്മൾ ഒരു ഫൈനൽ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് വേറൊരു ഡ്രാഫ്റ്റിലേക്ക് വന്നു. അപ്പോൾ ആ ഡ്രാഫ്റ്റിലേക്ക് വന്നത് എനിക്ക് ഭയങ്കര ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആക്ച്വലി എല്ലാ ടെക്നീഷ്യൻസിനെയും സമീർക്ക് ഫിക്സ് ചെയ്യുന്നു. ക്യാമറ എന്തുകൊണ്ട് സമീർക്ക് ചെയ്തില്ല? ആക്ച്വലി പുള്ളി പ്രൊഡ്യൂസറായിട്ട് നിൽക്കാം. പിന്നെ ആവേശം കഴിഞ്ഞ് പുള്ളി ഭയങ്കര ടയർഡായിരുന്നു. ആക്ച്വലി പെട്ടെന്ന് തന്നെയായിരുന്നു, വലിയ ഗ്യാപ്പില്ലായിരുന്നു. അപ്പം അതുകൊണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു കേട്ടോ, എനിക്കറിയില്ല. പുള്ളി ആദ്യം ചെയ്യാനൊക്കെ താല്പര്യപ്പെട്ടിരിക്കുമായിരുന്നു. അപ്പം പുള്ളിക്ക് അതുകൊണ്ട് എല്ലാ ഏരിയയിലും ഫോക്കസ് ചെയ്യാൻ പറ്റി. പുള്ളി ഫുൾ ടൈം സെറ്റിൽ ഞങ്ങളെ കൂടെ പുള്ളി നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ടീസറിൽ കാണിക്കുന്ന ഒരു ഉടുമ്പുണ്ട്. ആ ഒരു ഉടുമ്പെന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ എനിക്ക് ഒരു ഫ്രണ്ടും കൂടെ പറഞ്ഞാണ്. പിന്നെ എന്താ പിടിച്ചാൽ പിടിപെടാത്തതാണ് ഉടുമ്പ്. അതുപോലെ ഒരു ക്യാരക്ടറാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ പ്രിയ. അങ്ങനെ ഒരു കണക്ഷൻ കണ്ടെത്തിയാണ്. ഇനി ആ ഒരു ഉടുമ്പിനെ അവിടെ പ്ലേസ് ചെയ്യാനുള്ള ഒരു ഐഡിയ എങ്ങനെയാണ്? ആക്ച്വലി അത് ഉടുമ്പ് നമ്മൾ രണ്ടാമത്തെ ഡ്രാഫ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു ബാക്ക് സ്റ്റോറി സിംറ്റമാണ്. ആക്ച്വലി ലിബിൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായ ഒരു സീക്വൻസ് ആയിരുന്നു. ആക്ച്വലി നമ്മൾ മാനുവലിൻ്റെ ഒരു ചെറുപ്പകാലം ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവരാ വീട്ടിലാണ് താമസിച്ചു തുടങ്ങിയത്. മാനുവലും പെങ്ങളും ഒക്കെ ചെറുപ്പത്തിൽ ഒരു ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്നു. അപ്പം ഒരു ചായ്പുണ്ടല്ലോ,
താഴെ. അപ്പോൾ ആ ചായപ്പിൻ്റെ അവിടെ പോയി പുള്ളി ഒളിച്ച് നിൽക്കുമ്പോൾ ഒരു ഒച്ച കേട്ടിട്ട് പുള്ളി പേടിച്ചു. അപ്പോൾ അതൊരു ഉടുമ്പായിരുന്നു. അപ്പോൾ പിന്നീട് അതുപോലത്തെ ഒരു ഉടുമ്പിനെ പുള്ളി പിടിക്കുന്നതായിട്ട് ആക്ച്വലി അതിനൊരു കഥ ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ ഒരു കഥ. അപ്പം ആ സീക്വൻസിൻ്റെ ഒരു സിംറ്റമാണ് ഇപ്പോൾ കാണുന്നത്. ആക്ച്വലി അതിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അങ്ങനെ വരുന്ന ഓരോന്നിൻ്റെയും നമ്മൾ അതിന് ബാക്ക് സ്റ്റോറീസ് ഉണ്ട്. അങ്ങനെ എല്ലാത്തിനും ഉണ്ട് അങ്ങനെ. അപ്പോൾ അത് വെറുതെ പ്ലേസ് ചെയ്തല്ല. എല്ലാത്തിനും വേണമെങ്കിൽ നമുക്ക് ബാക്കിലൊരു കഥ പറയാം എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. വാട്സപ്പ് ഗ്രൂപ്പിനൊക്കെ പറയാനുണ്ടാവുമായിരിക്കും. ഉണ്ട്. നമ്മൾ അങ്ങനെ അതൊരു അസോസിയേഷൻ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അസോസിയേഷൻ വേണ്ടെന്ന് വെച്ചു. കാരണം കുറേ സിനിമകളിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നു, കോമൺ സാധനങ്ങളൊക്കെ വന്നു. പിന്നെ നമ്മൾ ആ ഗ്രൂപ്പ് ലേഡീസ് ഫസ്റ്റ് എന്നായിരുന്നു നമ്മളെ ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേര്. അത് ആക്ച്വലി ശരിക്കും എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ അല്ല, ആക്ച്വലി ഈ സിനിമയെ, ഈ ഡ്രാമയെ എങ്ങനെ വേണം ട്രീറ്റ് ചെയ്യാം. ആക്ച്വലി ഇപ്പം നിങ്ങൾ കണ്ട സിനിമ ഞാൻ പറഞ്ഞില്ല, ഇത് 3-ാമത്തെയോ 4-ാമത്തെയോ ട്രീറ്റ്മെൻറ്റാണ് ഞങ്ങൾ തന്നെ വർക്ക് ചെയ്യുന്നത്. വേറെ ട്രീറ്റ്മെൻറ്റുകളിലൊക്കെയാണ് സിനിമ. ഇനി വേണേൽ പുതിയ ട്രീറ്റ്മെൻറ്റ് ട്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വേറെ ലാംഗ്വേജ് എടുക്കുകയാണെങ്കിൽ വേറെ ട്രീറ്റ്മെൻറ്റ് അല്ല, അങ്ങനെ എടുക്കാൻ പറ്റും. ഇപ്പം ഞാനല്ലേ പോലും വേറൊരു ഡയറക്ടർ ആണെങ്കിൽ പോലും അവർക്ക് വേറൊരു വിഷ്വൽ പാറ്റേൺ ഈ ഡ്രാമയെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ആ ഡ്രാമയുടെ ഒരു സുഖം അതാണ് എൻ്റെ ഒരു. നോൺസെൻസ് തുടങ്ങിയൊരു യാത്ര തുടങ്ങിയാണ്. നോൺസെൻസ് ഫസ്റ്റ് മൂവി ആയിട്ട് ചെയ്യുന്നു. പിന്നീട് ആ സിനിമ അത്ര റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നില്ല, ഒരു വലിയ പരാജയം നേരിട്ടു. പിന്നീട് ഇവിടെ എന്താ പറയുക, ഒരു ജേണി ഉണ്ട്. ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്തൊരു സ്ട്രഗ്ലിംഗ് ജേണി ആയിരിക്കണമല്ലോ. കാരണം ഈ പറഞ്ഞതിനകത്ത് ഒരു പ്രജഡീസ് ആയിട്ട് ആളുകൾ ഡീൽ ചെയ്തേക്കാം. പിന്നെ എങ്ങനെയാണ് അതിനെ ഒന്ന് ഓവർകം ചെയ്തത്? അത് ആക്ച്വലി ഞാൻ അതിനെ സർവൈവ് ചെയ്തത് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളൊന്നുമില്ല എങ്കിൽ പോലും വളരെ വിരലെണ്ണാവുന്ന കുറച്ച് സുഹൃത്തുക്കൾ എൻ്റെ കൂടെ ശക്തമായിട്ടുണ്ടായിരുന്നു. അവരെന്നെ ജഡ്ജ് ചെയ്തിട്ടില്ല. അപ്പം വേറെ പലരും ജഡ്ജ് ചെയ്തവരുണ്ട്. അപ്പം അങ്ങനെ ജഡ്ജ് ചെയ്യാതെ എന്നെ സപ്പോർട്ട് ചെയ്തൊരു സുഹൃത്ത് ബന്ധമാണ് എന്നെ സർവൈവ് ചെയ്യിപ്പിച്ചത്. 3-4 പേര് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഞങ്ങളൊരു കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞാൻ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തു എന്നുള്ള ഞാൻ തന്നെ മറന്നു അങ്ങനെ. പക്ഷേ ഈ കണ്ടൻറ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ കണ്ടൻറ്റിനോടുള്ള ഒബ്സഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാവുകയും ഞാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. അപ്പം പിന്നൊരു വാശി ഉണ്ടായിരുന്നു, എനിക്കൊന്ന് പ്രൂവ് ചെയ്തേ പറ്റും എന്നുള്ള വാശി ഉണ്ടായിരുന്നു, ഫയർ ഉണ്ടായിരുന്നു ആക്ച്വലി. അപ്പോൾ അത് വളരെ സ്ലോ സ്പീസിലാണെങ്കിലും അത് ഞാൻ കീപ്പ് ഓൺ ട്രൈയിങ് ആയിരുന്നു. അങ്ങനെ പോയി ഞാൻ ആക്ച്വലി ഇപ്പം സൂക്ഷ്മദർശിനിക്ക് കിട്ടിയിരിക്കുന്ന ഈ സക്സസ് ആക്ച്വലി നിങ്ങളുടെ സക്സസ് ആണെന്ന് പറയുന്ന ഇത് പരിപാടി എനിക്ക് സത്യത്തിൽ അത് നോൺസെൻസിനും കൂടിയുള്ള സക്സസ് ആണ്. കാരണം നോൺസെൻസ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ കഥ ആലോചിക്കില്ല. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആക്ച്വലി നോൺസെൻസ് ഉള്ളത് കൊണ്ടാണ് സൂക്ഷ്മദർശിനി ആലോചിച്ചത്. കാരണം ആ 1 ഡേ സ്റ്റോറിയിൽ നിന്നാണ് എനിക്ക് ഇങ്ങനൊരു സെറ്റിങ്ങിൽ എനിക്ക് അടുത്ത സിനിമ ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കുന്നത്. അത് ഇപ്പോഴും ആ സിനിമ അങ്ങനെ തന്നെ ഞാൻ അതിനെ എപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ട്. അതുള്ളത് കൊണ്ട് ഇതുണ്ടായി എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അപ്പം ഈ സക്സസ് അതിനും കൂടി ഉള്ളതാണ്. അപ്പോൾ പിന്നെ ഇപ്പം ഞാൻ അതിനെ ഭയങ്കര ഗ്രാൻഡായിട്ട് എടുക്കുന്നില്ല. പറഞ്ഞ പോലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആഹ്ലാദം ഞാൻ ഈ സിനിമ കണ്ടത് റിലീസിൻ്റെ അന്ന് കണ്ടത് എൻ്റെ കൂടെ റിനോഷ് എൻ്റെ വളരെ ബെസ്റ്റ് ഫ്രണ്ടാണ്. വളരെ സ്കൂൾ പഠിക്കുന്ന പോലെ എനിക്ക് പരിചയമുള്ള ഒരാളാണ്. അവൻ +2 പഠിക്കുമ്പോഴാണ് ഞാൻ പരിചയപ്പെടുന്നതൊക്കെ. അപ്പം എൻ്റെ അച്ഛനും അമ്മയും പുള്ളിയും എൻ്റെ കൂടെ അന്ന് എന്നെ വളരെ സപ്പോർട്ടീവായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത കുറേ ആൾക്കാരുടെ കൂടെ നിന്നാണ് ഞാൻ സിനിമ കാണുന്നത്. അപ്പം അവർ എന്നെ കാണുന്നൊരു മൊമെൻ്റ് ഉണ്ടല്ലോ, അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഹൈ. അതിനപ്പുറത്തേക്ക് എനിക്ക് വലിയൊരു ഹാപ്പിനെസ് ഇല്ലായിരുന്നു. എൻ്റെ കൂടെ നിന്നവർ അവർ ഹാപ്പി ആവുന്നൊരു മൊമെൻ്റ് ഉണ്ടല്ലോ, എന്നെ ഓർത്ത് അവർ ഹാപ്പി ആവുന്നൊരു മൊമെൻറ്റ്, അതെനിക്ക് വലിയ ഹാപ്പിനെസ്സാണ്. അല്ലാതെ കാരണം ഇനിയും നമുക്ക് എപ്പോഴും ഇത് ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. ഇപ്പം ഞാൻ സൂക്ഷ്മദർശിനി ചെയ്തത് കൊണ്ട് അടുത്ത സിനിമ ഗംഭീരമാവില്ല. ഞാൻ ഇതുപോലെ വർക്ക് ചെയ്താൽ മാത്രമേ ഗംഭീരമാവുള്ളൂ. അപ്പം എന്നെ അങ്ങനെ ജഡ്ജ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ, അപ്പം എനിക്ക് ഉറപ്പാണ് ഇവർ ഇത്രയും കുറച്ച് ആൾക്കാർ എൻ്റെ കൂടെ എന്നും ലൈഫിൽ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഒന്നും പ്രതീക്ഷിച്ച് കൂടുന്നവരല്ല. അപ്പം അങ്ങനെയുള്ള ആളുകൾ എല്ലാവർക്കും വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏത് ഘട്ടത്തിലും നമ്മളെ കൂടെ നിൽക്കുന്ന, അതാണ് നമ്മളെ സർവൈവ് ചെയ്യിപ്പിക്കുന്നത്. എനിവേസ് എന്താ പറയുക, സിനിമ ഇപ്പോൾ ഫസ്റ്റ് ഡേ ഉണ്ടായിരുന്നല്ല ഇപ്പോൾ അങ്ങനെ കേൾക്കുന്നതിൽ സന്തോഷം. ഒരു ഫിലിം മേക്കർ എന്ന രീതിയിൽ ഒരു സക്സസ്
വലിയ സക്സസ് എന്ന് പറയുന്നത് പ്രേക്ഷകരുടെ അംഗീകാരം തന്നെയാണല്ലോ. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞു. ഇവൻ അത് നമുക്ക് എല്ലാവരെയും അങ്ങനെ ഹാപ്പി ആക്കാനൊന്നും പറ്റില്ല. ആക്ച്വലി ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും. അത് ഈ അതിൻ്റെ പേഴ്സൻറ്റേജ് കൂട്ടാനേ പറ്റുള്ളൂ. അവൻ നമുക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടോ എന്നുള്ളതാണ്. ചെയ്യുന്നതിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പം നമുക്ക് ഓഡിയൻസിനെ പ്ലീസ് ചെയ്യാൻ വേണ്ടി ഒരു സിനിമ ചെയ്തു, അത് ഓഡിയൻസിന് പ്ലീസ് ആയില്ല, എനിക്ക് നമുക്കും പ്ലീസ് ആയില്ല, ആർക്കും പ്ലീസ് ആയില്ല, ഒരു സാറ്റിസ്ഫാക്ഷനും കിട്ടാതെ പോകും. അറ്റ്ലീസ്റ്റ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ, പ്രൊഡക്ഷൻ ചെയ്യുന്ന ആൾക്കാർക്കൊരു സാറ്റിസ്ഫാക്ഷൻ, അങ്ങനെ പേഴ്സണലി സാറ്റിസ്ഫൈയിങ് ആണ് എൻ്റെ ഹൈ. അതായത് എന്ന് വെച്ചാൽ അതൊരു ഭയങ്കര പേഴ്സണൽ സിനിമ എന്നല്ല കേട്ടോ. അതായത് അത് കൊമേഴ്ഷ്യൽ ഫ്ലേവർ വേണം, ഒക്കെ വേണം. ആക്ച്വലി അത് സ്വന്തമായി നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റിയില്ലെങ്കിൽ അതിന് നമുക്ക് ഇഷ്ടപ്പെടാൻ കഴിയില്ല ഒന്നും കൊണ്ട്. എന്തിനോ വേണ്ടി ചെയ്തപോലെ ഇപ്പോൾ അതാണ് എൻ്റെ ഒരു. എന്തായാലും ചിത്രം ഇനിയും കേട്ട് ഒരുപാട് സ്ക്രീൻ എണ്ണം കൂടട്ടെ, കൂടുതൽ കളക്ഷൻ കിട്ടട്ടെ, മികച്ചൊരു വിജയം തന്നെയാണ്. വിജയമായി കുറച്ച് വലിയ വിജയമാകട്ടെ. താങ്ക് യു. എല്ലാ ആശംസകളും. താങ്ക് യു.